ഹലോ ഹലോ. ബഹുമാന്യ സദസ്സിന് സാദര നമസ്കാരം. ഇന്ന് ഇവിടെ ഈ സെഷനിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ബിട്രയൽ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം അതിൻ്റെ ദേശീയതയെക്കുറിച്ച് ഭാരതീയതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ അതിൻ്റെ ആന്തരിക ഭീഷണികൾ നമുക്ക് എന്നും ഒരു ത്രെട്ടായിട്ട് നിന്നിട്ടുണ്ട്. അതിൽ സംഘടനാ സംവിധാനത്തിൽ ഒരു രൂപത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഭീഷണിയാക്കിയിരുന്ന പ്രസ്ഥാനമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അഭിവന്ദ്യനായ സന്ദീപ് വാചസ്പതി അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ദേശീയതയുടെ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന യുവത്വമാണ് സന്ദീപ് ജി. തൻ്റെ സുദീർഘമായ പത്രപ്രവർത്തന ജോലിയെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു. അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച്, ഇന്ത്യയെ കമ്മ്യൂണിസം എങ്ങനെയാണ് ചതിച്ചത് എന്നത് വിശദമാക്കുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചതിയുടെ 100 വർഷങ്ങൾ, താഷ്കൻഡ് മുതൽ ശബരിമല വരെ. അങ്ങനെ അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും ഈ പ്രസ്ഥാനത്തിനെയും അതെങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ചതിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിസം എങ്ങനെയാണ് ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭാരതീയത എന്ന സത്തയെ ചതിച്ചത് എന്നത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അതിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള വശങ്ങൾ ഒന്ന് വിശദീകരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വളരെ കൗതുകമാണ് തോന്നുക. കാരണം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന നാടിൻ്റെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കാൻ സാധിക്കുക? ഇത് എല്ലാ കാലത്തും കമ്മ്യൂണിസത്തെ പഠിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും ഉണ്ടാകാവുന്ന സംശയമാണ്. കാരണം നാമൊക്കെ കേട്ടിട്ടുള്ളത് രാഷ്ട്രീയം എന്നുള്ളത് ഏതു നാട്ടിലാണോ ആ നാടിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനു വേണ്ടി മാനവരാശി ഏറ്റവും അവസാനം എത്തിച്ചേർന്ന ഭരണക്രമമാണ് ജനാധിപത്യം. ആ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുക എന്നതാണ് എല്ലാ രാജ്യത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദൗത്യം. പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് എതിരായി പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത് ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ വികാരങ്ങളെ നിരന്തരമായി വഞ്ചിക്കാൻ സാധിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് പിറകെ പോയപ്പോഴാണ് മുമ്പ് രഞ്ജിത് ജി പറഞ്ഞ എൻ്റെ ആ പുസ്തകം തന്നെ ഉണ്ടായത്. കാരണം നമ്മൾ പ്രാഥമികമായി അല്ലെങ്കിൽ പെരിഫറലായി ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകും, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ 1920-ലായാലും 25-ലായാലും അവർ രൂപം കൊണ്ട കാലഘട്ടം എന്നാണ് എന്നത് സംബന്ധിച്ച് തന്നെ ഇന്ത്യയിൽ തർക്കമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ CPIM-ൻ്റെ ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് 1920 ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അത് ഇന്ത്യയിലല്ല രൂപം കൊണ്ടത്, അവിഭക്ത സോവിയറ്റ് റഷ്യയിലെ താഷ്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആദ്യം രൂപം കൊണ്ടത്. പക്ഷേ CPI-യുടെ ചരിത്രമനുസരിച്ച്
അവർ പറയുന്നു 925 കാൺപൂരിലാണ് രൂപം കൊണ്ടത് എന്ന് പറയുന്നു. അത് 20-ലായിക്കൊള്ളട്ടെ 25-ലായിക്കോട്ടെ, അത് അവരുടെ സൗകര്യം. ഏതു വർഷമാണെങ്കിലും നാം ഇന്ന് ഈ സംസാരിക്കുന്ന 2022 വരെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് പരിശോധിച്ചാൽ, ഞാൻ നിലപാട് എന്ന് പറയുമ്പോൾ അവർ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഭരണത്തിലിരുന്ന പശ്ചിമ ബംഗാളിലെയോ ത്രിപുരയിലോ കേരളത്തിലെയോ ഭരണപരമായ തീരുമാനങ്ങളെ മാറ്റി നിർത്തിയാൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ പൊളിറ്റിക്കലി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിലപാടുകളെയും അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിനെ റിപ്പൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിനെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ ആ ക്രോണോളജി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ആ രൂപം കൊണ്ട കാലഘട്ടം മുതൽ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസവും ഒരു അവരുടെ നിലപാടിനെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി, തള്ളി പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും തെറ്റായിപ്പോയി എന്ന് പിന്നീട് പശ്ചാത്തപിച്ചിട്ടുള്ള ലോകത്തിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ ഈ 920 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കുന്നത് ഒരുപക്ഷെ ഒരു കൗതുകകരമായിരിക്കും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ഭാരത വിരുദ്ധത അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധത ഉണ്ടായത് എന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. 1920 ഞാൻ പറഞ്ഞു, താഷ്കൻഡിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. അന്ന് അതിന് സംഘടനാപരമായ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ ഒരു പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കമ്മിറ്റി എന്ന നിലയിലാണ് അത് രൂപം കൊള്ളുന്നത്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എല്ലായ്പ്പോഴും ഈ 885 കോൺഗ്രസ് രൂപം കൊണ്ട സമയത്തായാലും അതിന് മുൻപിലായാലും എപ്പോഴായാലും തീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരും മിതവാദികളും എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ട് 2 തരം ധാരകൾ, 2, 3, 4 എത്ര വേണമെങ്കിലും നമുക്ക് ധാരകളാക്കാം. പക്ഷേ അതിനെ ബ്രോഡായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ തീവ്രമായി ചിന്തിക്കുന്നവർ അല്ലാത്തവരും എന്നുള്ള 2 ധാരകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഈ പൊളിറ്റിക്സിൽ തീവ്രമായി ചിന്തിച്ചവരെ എല്ലാവരെയും റെവല്യൂഷണറികളായിട്ട്, വിപ്ലവകാരികളായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന് ആയുധമെടുത്ത് പോരാടണം, അല്ലെങ്കിൽ ഈ ഒരു രീതി പോരാ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു MN റോയ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട മാനവേന്ദ്രനാഥ റോയ്. അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയായിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് 15-ാം വയസ്സിൽ തന്നെ നാട് വിട്ട് പോയ ആളായിരുന്നു. വലിയ വിഷണറി ആയിരുന്നു, വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബീജാവാപം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പേര് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആഴത്തിൽ പരിശോധിച്ച് പോകുമ്പോൾ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അവർ ഈ പേരെങ്ങും പറയില്ല. ഇന്ത്യക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ താഷ്കൻഡിലെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് 7 ആൾക്കാരായിരുന്നു. അതിൽ ഒന്നാമത്തെ ആൾ ഞാൻ പറഞ്ഞു MN റോയ് അഥവാ മാനവേന്ദ്രനാഥ റോയ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എവലിൻ ട്രെൻഡ് റോയ്, അവർ മെക്സിക്കോയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ആളായിരുന്നു അബനി മുഖർജി. അബനി മുഖർജിയുടെ ഭാര്യയായ റോസ ഫിറ്റിംഗോഫ്. പിന്നെ മാന്തയം പാർത്ഥസാരഥി തിരുമലൈ ആചാര്യ എന്ന് പറയുന്ന MBT ആചാര്യ. ഇങ്ങനെ 5 പേര്. കൂടാതെ 2 പേര് കൂടിയുണ്ട്, മുഹമ്മദ് സിദ്ദിഖി ആൻഡ് മുഹമ്മദ് ഷഫീഖ്. ഇങ്ങനെ 7 പേരായിരുന്നു ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. അപ്പോൾ എന്താണ് ഞാൻ അവസാനം പറഞ്ഞ 2 പേരുകളുടെ പ്രത്യേകത? ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് നാം മുസ്ലിം പേര് എടുത്തു പറഞ്ഞ അങ്ങനെയല്ല. കാരണം ഈ അവസാനം പറഞ്ഞ 2 പേരുകാരാണ്, അതിലെ മുഹമ്മദ് സിദ്ദിഖിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. പക്ഷെ ആ പേരുകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങും പറയില്ല എന്നതാണ് ചരിത്രം. അപ്പോൾ ഈ സിദ്ദിഖിയുടെയും ഷഫീഖിയുടെയും പ്രത്യേകത എന്നുള്ളത്, ഇന്ത്യ തങ്ങളുടെ മാതൃരാജ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു നാട് വിട്ടവരായിരുന്നു ഇവർ 2 പേരും. അതായത് അന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഖിലാഫത്തിൻ്റെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ കാലത്ത് ഹിജ്റ ചെയ്തു പോവുക എന്ന് പറയും. ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാരുൽ അമൻ അല്ലെ ദാരുൽ അറബായ ഭാരതം, ദാരുൽ അറബ് എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളുടെ നാടാണ്. അവിടെ നിന്നും ദാരുൽ അമൻ, സമാധാനത്തിൻ്റെ നാടായ എവിടേക്കായിരുന്നു, തുർക്കിയിലേക്ക് പലായനം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരത് പറഞ്ഞു, ഭാരതം ഞങ്ങളുടെ മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച് വിട്ടുപോയവരായിരുന്നു ഇവർ 2 പേരും. ഇവർ 2 പേരും എന്ന് മാത്രമല്ല, അപ്പോൾ ആദ്യ യോഗത്തിന് ശേഷം ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഭാരതം അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിസം തുടങ്ങാൻ തീരുമാനിക്കുന്ന USSR ആണ്. അവിടെ 1ാം കോമിൻറ്റേൺ, അതായത് ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ, ആ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ കൂട്ടായ്മയ്ക്ക് അവർ പറഞ്ഞ പേരായിരുന്നു കോമിൻറ്റേൺ. 1ാം കോമിൻറ്റേൺ യോഗത്തിലാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് MN റോയുടെ നേതൃത്വത്തിൽ ഇത് തുടങ്ങുന്നത്. അപ്പോൾ MN റോയ് തന്നെ വെളിപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്.
ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും ഹിജ്റ ചെയ്തു വരുന്ന ചെറുപ്പക്കാരെ, ഹിജ്റ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഹിജ്റ ചെയ്യുന്നവർ. ഇങ്ങനെ ഹിജ്റ ചെയ്തു വരുന്ന ചെറുപ്പക്കാരെ തിരഞ്ഞു പിടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എവ്ലിനും നമ്മളുടെ എം.എൻ. റോയും ഈ ചെറുപ്പക്കാരെ തിരഞ്ഞു പിടിച്ച് കോമിൻറ്റേണിൽ കൊണ്ടുവന്നിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയിലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞ് USSRൽ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സർവകലാശാല ഉണ്ടായിരുന്നു. ആ സർവകലാശാലയിൽ ചേർത്ത് പഠിപ്പിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് എം.എൻ. റോയാണ്. ഈ എം.എൻ. റോയുടെ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് 1997 തോന്നുന്നു. ജ്യോതി ബസു എഡിറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയ ഡോക്യുമെൻ്റ് ഓഫ് ദ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ വലിയ ഒരു ബുക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം 12 വോളിയത്തോളമുള്ള വലിയ ബുക്കാണ്. ജ്യോതി ബസു ആയിരുന്നു എൻ്റെ എഡിറ്റർ. അത് EMS ആയിരുന്നു. EMSൻ്റെ മരണശേഷം ജ്യോതി ബസുവാണ് അത് എഡിറ്റ് ചെയ്തത്. ആ പുസ്തകത്തിലാണ് ഇത് കൃത്യമായി പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ അതിൽ ചില ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനകത്ത് മനസ്സിലാകും ഈ എം.എൻ. റോയ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, they had left India with the purpose of fighting for the Khilafat. അതായത് ഈ ചെറുപ്പക്കാരെല്ലാവരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനോ കമ്മ്യൂണിസത്തോടുള്ള ആദർശത്താലോ നാട് വിട്ടു പോയവരല്ല. അവരെല്ലാവരും ഖിലാഫത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നാട് വിട്ടവരാണ്. മോസ്റ്റ് ഓഫ് ദം വെയർ നോട്ട് ഈവൻ നാഷണലിസ്റ്റ്. ആ വാചകം നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നത് എം.എൻ. റോയിയുടെ വാചകമാണ്. ഈ പോയിട്ടുള്ള ചെറുപ്പക്കാരിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ദേശീയത എന്ന സങ്കല്പത്തെ അംഗീകരിക്കുകയോ ദേശീയവാദികളോ പോലും ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എം.എൻ. റോയ് തന്നെയാണ്. പക്ഷെ ദേ വെയർ ആൻറ്റി ബ്രിട്ടീഷ്. അവരൊക്കെ ബ്രിട്ടന് എതിരായിരുന്നു. അതാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി. പക്ഷെ അവരാരും ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പത്തെയോ ഭാരതത്തെയോ അംഗീകരിക്കാത്ത ചെറുപ്പക്കാരായിരുന്നു എന്ന് എം.എൻ. റോയ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. അതിലയാൾ പറയാണ്, ഐ വാസ് വെരി മച്ച് സർപ്രൈസ്ഡ് to find that a few of educated young men were more fanatical than the immigrant class. അതായത് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയിലേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞ സർവകലാശാലയിൽ അന്ന് ഉണ്ടായിരുന്ന താരതമ്യേന വിദ്യാഭ്യാസം കുറവായിരുന്ന ചെറുപ്പക്കാർ അവരെ കാട്ടിൽ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു കൂടുതൽ മതഭ്രാന്തന്മാരെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ എം.എൻ. റോയിയാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഹലാലിനെ പറ്റിയൊക്കെ നമ്മൾ വാചാലരാകുന്ന സമയത്ത് ഇവിടുന്ന് വിപ്ലവം വളർത്താൻ വേണ്ടി പോയവരുടെ മനസ്സ് എങ്ങനെയായിരുന്നു എന്ന് അറിയുന്ന വളരെ കൗതുകരമാണ്. ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഭക്ഷണം വെക്കും. ആ ഭക്ഷണം എന്നുള്ളത് കോമൺ ആയിട്ടാണ്. നമുക്കറിയാം എല്ലാ ഹോസ്റ്റലിലും കോമൺ ആയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ മാംസം വിളമ്പാറുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് പോയ ഫണാറ്റിക്കായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ ആ ക്യാമ്പിൽ പ്രശ്നമുണ്ടാക്കി. നമ്മളൊന്ന് ആലോചിക്കണം, മതമില്ല എന്നും എന്താണ് പറയുന്നത്, ഈശ്വരൻ എന്ന സങ്കല്പത്തെ പോലും നിഷേധിക്കുന്നവർ അവിടെ പ്രശ്നമുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് നൽകുന്ന മാംസം ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഹലാലാണെന്ന് ഉറപ്പിക്കണം, കിട്ടുന്നത് പന്നി മാംസമല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഈ ക്യാമ്പിൽ ബഹളമുണ്ടാക്കിയതായിട്ടും അവരുടെ മുൻപിലിട്ട് ആടിനെ കശാപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു എന്നും രേഖപ്പെടുത്തിയത് എം.എൻ. റോയിയാണ്. അപ്പോൾ എങ്ങനെയുള്ളവരാണ് ഭാരതത്തിന് വേണ്ടിയുള്ള കമ്മ്യൂണിസം രൂപപ്പെടുത്തിയത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റുകാർ ദേശീയവാദികളല്ലാതെ ആകുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആധുനിക കാലത്ത് പറയും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും തമ്മിൽ ഒരു അൺഹോളി നെക്സസ് ഉണ്ട്, അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം ആരും അതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇവരുടെ ജീൻ എന്ന് പറയുന്നത് ആൻറ്റി നാഷണലാണ്. ഇവരാരും ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ടോ തങ്ങളുടെ മാതൃരാജ്യമായിട്ടോ കാണാതെ ഖിലാഫത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭാരതം മാതൃഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ചു പോയവരെ ചേർത്താണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതെന്ന് അറിയാം. നന്ദി. അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ, അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റിക്കൊടുക്കുകയും ഈ മൊളാട്ടോ റിബൺ ടോപ്പ് പാക്ട് അനുസരിച്ച് അവർ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവ വികാസങ്ങളുണ്ട്. ഈ മൊറാഴ സംഭവവും കയ്യൂർ സംഭവവും ഒക്കെ പോലും, കാരണം ഈ മൊളാട്ടോ നമ്മുടെ USSRനെ ഹിറ്റ്ലർ ഒരു 2 മാസം മുമ്പ് ആക്രമിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കയ്യൂർ സമരം ഉണ്ടാവുകയില്ലായിരുന്നു. E.K. നായനാർ ഇങ്ങനൊരു നേതാവ് ഉണ്ടാവുകയില്ലായിരുന്നു. കൊയ്ത്താറ്റിൽ ചിരികണ്ഠൻ ഉൾപ്പെടെയുള്ള മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ ആ സംഭവ വികാസങ്ങളെക്കുറിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാം.
അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പറ്റിയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളുടെ പിന്നീടുണ്ടായിട്ടുള്ള ആൻറ്റി നാഷണൽ സ്വഭാവത്തെ പറ്റിയൊക്കെ നാം മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ഇന്ത്യയുടെ ദേശീയ കാര്യത്തിലുള്ള ഒരു പങ്കാളിത്തം? അത് മനസ്സിലാക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് മുഴുവൻ ഇവരുടെ രീതികൾ എന്നുള്ളത് ആൻറ്റി നാഷണൽ ആയിരുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ മനസ്സിലാക്കാം. എന്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക്? ഇത് എല്ലായ്പ്പോഴും പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പറയാറുണ്ട്. ഭഗത് സിംഗിനെ അടക്കം അവർ കമ്മ്യൂണിസ്റ്റുകാരനാക്കി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് പോലും എന്താ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു ഗതികെട്ട കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തായിരുന്നു സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പറഞ്ഞത്, ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ, ജപ്പാൻകാരുടെ കാല് നക്കി എന്നാണ്. ഇന്ത്യയിലെ എമ്പാടും എല്ലാ പൊതുയോഗങ്ങളിലും CPI നേതാക്കന്മാർ പ്രസംഗിച്ചതാണ്. കേരളത്തിൽ ജാപ്പ് വിരുദ്ധ മേളകൾ നടത്തിയിട്ടുണ്ട്. അന്ന് തിരുനെല്ലൂർ കരുണാകരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ, ഈ EMSൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജാപ്പ് വിരുദ്ധ മേളകൾ നടത്തി. കെ ദാമോദരൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, ചെറുകാടിൻ്റെയും കെ ദാമോദരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജാപ്പ് വിരുദ്ധ മേളകൾ നടത്തി. എന്തിനാണ്? ജപ്പാനോടുള്ള വിരോധം. ആ പേര് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസിനെ തെറിവിളിക്കൽ മാത്രമായിരുന്നു ഇവരുടെ കാര്യം. എന്നിട്ട് ടോജോയുടെ ചെരുപ്പ് നോക്കിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെയുള്ള ഒരു ചരിത്രങ്ങളുണ്ട്. നമുക്ക് പിന്നെ അതിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അവർ പറയും, മീററ്റ് ഗൂഢാലോചന, കാൺപൂർ ഗൂഢാലോചന എന്ന് പറഞ്ഞൊക്കെ തുടങ്ങി, പെഷവാർ, കാൺപൂർ, മീററ്റ്, ഈ 3 ഗൂഢാലോചന കേസുകളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ തങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഉയർത്തി കാണിക്കുന്ന സംഭവം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു സംഭവത്തെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് 1921 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന നിസ്സാര കേസുകളാണ്. നിസ്സാര കേസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൗതുകം തോന്നും. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ദ ടോയ്ലേഴ്സ് ഓഫ് ദ ഈസ്റ്റിൽ പരിശീലനം കിട്ടിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇതാണ് ഈ പറയുന്ന വിഖ്യാതമായ സ്വാതന്ത്ര്യ സമരം. നമ്മൾ വിചാരിക്കും ഏതോ ബ്രിട്ടീഷുകാരനെ എന്തോ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് വലിയ അജിറ്റേഷൻ, ഒന്നുമല്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാരെ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകളോട് ബ്രിട്ടന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കമ്മ്യൂണിസം നിരോധിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നിരോധിക്കപ്പെട്ട സംഘടന എന്ന നിലയിൽ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിച്ച ഈ കുറേ ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതാണ് ഈ പറയുന്ന കാൺപൂർ, പെഷവാർ, മീററ്റ് ഒക്കെയുള്ള ഗൂഢാലോചന കേസുകൾ. ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കേസിനെ പറ്റി മാത്രം പറയാം. കാര്യം ഈ ആദ്യമായി പിടിക്കുന്ന കേസുകളിലൊക്കെ പോയിട്ടുള്ളത് മുഹമ്മദ് അക്ബർ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഹഫീസുള്ള ഖാൻ. ഞാൻ ഈ പേര് പറയാനുള്ള കാരണം, ഇവരൊക്കെ ഭാരത മാതൃഭൂമി അല്ല എന്ന് പറഞ്ഞ് ഹിജ്റ ചെയ്ത് പോയവരാണ്. അവിടെ നിന്ന് തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ പിടിയിലായി. ഇതാണ് ഈ പറഞ്ഞ ഗൂഢാലോചന കേസുകൾ. ഏറ്റവും അവസാനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അറസ്റ്റിലായി. ഇവരൊക്കെ വെളിയിൽ നിന്ന് വരുന്ന കമ്മ്യൂണിസ്റ്റുകളാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അറസ്റ്റിലായ ആദ്യ സംഭവമാണ് 1924 കാൺപൂർ ഗൂഢാലോചന കേസ്. അതാണ് ഒരുപക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ പറ്റി 4 പേരറിഞ്ഞ ആദ്യ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആദ്യത്തെ ആകെ 5 കേസുകളാണുള്ളത്. ആദ്യത്തെ 3 കേസുകൾ ആരാലും അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ പോയി. കാരണം MN റോയ് മാത്രം കമ്മ്യൂണിസ്റ്റ് കോമിന്റേണിൻ്റെ മുഖപത്രത്തിൽ ചില പ്രതിഷേധ കുറിപ്പുകൾ കൊടുത്തതല്ലാതെ ഇന്ത്യയിലൊന്നും ഇത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 1924 കാൺപൂർ ഗൂഢാലോചന കേസിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പ്രതികളാക്കി. ആ പ്രതികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. MN റോയ്, മുസാഫർ അഹമ്മദ്, S.A. ഡാംഗെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിന്നീട് കുപ്രസിദ്ധി നേടിയ ശ്രീമദ് അമൃത് ഡാംഗെ, നളിനി ഗുപ്ത, ഗുലാം ഹുസൈൻ, ശിങ്കാരവേലു ചെട്ടിയാർ, ഷൗക്കത്ത് ഉസ്മാനി എന്നിവരൊക്കെയായിരുന്നു ഇതിനകത്തെ പ്രതികൾ. ഇതിലെ MN റോയ് എവിടെയായിരുന്നു? ജർമ്മനിയിലായതുകൊണ്ട് സോവിയറ്റ് യൂണിയനിലായതുകൊണ്ട് MN റോയിനെ പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ശർമ്മ എന്ന് പറഞ്ഞ ആൾ പോണ്ടിച്ചേരിയിലായിരുന്നു. അന്ന് പോണ്ടിച്ചേരി ഫ്രഞ്ച് അധീനതയിലായതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ശിങ്കാരവേലു ചെട്ടിയാർ, അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ ജാമ്യം നേടിപ്പോയി. അപ്പോൾ ആ കേസിലൊന്നും ഇവരെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഗുലാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു. അയാൾ ആ കേസിൽ മാപ്പു സാക്ഷിയുമായി. പിന്നെയുള്ള ആകെയുള്ള പ്രതികളാണ് S.A. ഡാംഗയും, നളിനി ഗുപ്തയും, മുസാഫർ അഹമ്മദും, ഷൗക്കത്ത് ഉസ്മാനി.
ഈ 4 പേരെയാണ് ഈ പറഞ്ഞ നമ്മളുടെ കാൺപൂർ ഗൂഢാലോചന കേസിൽ വിചാരണ ചെയ്യുന്നത്. വിചാരണ ചെയ്തിട്ട് എല്ലാവരെയും 4 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഇത് നമ്മളെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, വിപ്ലവത്തിൻ്റെ രാജകുമാരനായ ലോക ചരിത്രത്തിൽ ആദ്യമായി ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് അതും ഏകാന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടയാളായിരുന്നു വീരവിനായക ദാമോദര സവർക്കർ. സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ വലിയ കള്ളക്കഥകളാണ് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ അതിന് കണ്ടെത്തിയിട്ടുള്ള കാരണം. എവിടെയാണ് ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും കാലാപ്പാനിയിൽ പ്രിയദർശൻ കാണിക്കുന്നുണ്ട് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏക അതിനുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ആ കാലാപ്പാനിയിൽ പോലും സവർക്കറിൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചത് മോഹൻലാൽ അല്ല. മോഹൻലാൽ അവതരിപ്പിച്ചത് ഗോവർദ്ധൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ബ്രിട്ടീഷ് ഓഫീസറുടെ കാല് നക്കുന്നതായി കാണിക്കുന്നത്. സവർക്കറുടെ കഥാപാത്രം അവതരിപ്പിച്ചത് അനൂപ് കപൂറാണ്. അപ്പോൾ അവിടെ പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതേപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അവരുടെ ചരിത്രം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് 4 വർഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ ബ്രിട്ടനെതിരായി പ്രവർത്തിച്ചതിന് ശിക്ഷിച്ചതാണ് 4 വർഷത്തെ കഠിന തടവ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ എന്താ പറയുന്നത് ഇവരുടെ എന്താ പറയുക ഇരട്ടത്താപ്പെന്നോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തോടുള്ള ഇവരുടെ വിപ്ലവത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാകുന്ന അപ്പോഴാണ്. ഇവിടെയാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിളർപ്പിലേക്ക് പോയതിന് പോലും കാരണമായ സംഭവം ഈ നമ്മളുടെ കാൺപൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ജയിലിൽ കിടന്ന എസ് എ ഡാംഗയും നളിനി ഗുപ്തയും ബ്രിട്ടന് മാപ്പപേക്ഷ എഴുതി കൊടുത്തു. വെറും 4 വർഷം ശിക്ഷിക്കപ്പെട്ടപ്പോഴാണെന്ന് ഓർക്കണം. 4 വർഷത്തെ ശിക്ഷാ കാലാവധിയിൽ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നളിനി ഗുപ്തയും എസ് എ ഡാംഗയും ചേർന്ന് ബ്രിട്ടന് ഈ എന്താ പറയുന്നത് മാപ്പ് എഴുതി കൊടുത്തു. അത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആർക്കൈവൽ ലൈബ്രറിയിൽ ഈ കത്തുകൾ അവൈലബിൾ ആണ്. പിൽക്കാലത്ത് അത് ഡാംഗെ കത്തുകൾ എന്ന പേരിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ വിസ്ഫോടനം ഉണ്ടാക്കിയതാണ് ഡാംഗെ കത്തുകൾ. ഇന്നും ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ഡാംഗെ കത്തുകളെ പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഡാംഗെ അറിയുക പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അവർ പ്രതികരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡാംഗെ കത്തുകളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കുഴി തോണ്ടിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൊരു കത്തിൻ്റെ ഒരു വാചകം ഞാൻ വായിക്കാം. നളിനി ഗുപ്തയും എസ് എ ഡാംഗയും ചേർന്ന് എഴുതിയ കത്താണ്. അതിൽ പറയാണ്, വി ദ അണ്ടർസൈൻഡ് ബെഗ് ടു ഇൻഫോം യു ദാറ്റ് വി ആർ വില്ലിംഗ് ടു give an undertaking to government not to commit any more offences for which we are at present convicted, and we shall be thankful to government if they will deign to consider our request favorably and release us as soon as possible, as we are undergoing sufferings which we cannot sustain. അതായത് ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമതകൾ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എവിടെയാണ് 4 വർഷം ശിക്ഷിക്കപ്പെട്ടപ്പോഴത്തെ പറച്ചിലാണ്. ആ സമയത്താണ് വീരവിനായക ദാമോദര സവർക്കറെ ജീവിതാവസാനം വരെ ഏകാന്ത തടവെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ സെല്ലിൽ സ്വന്തം അനുജനായ സവർക്കർ കിടപ്പുണ്ട് എന്ന് തിരിച്ചറിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ജ്യേഷ്ഠനും അനുജനും അപ്പുറത്തെയും ഇപ്പുറത്തെയും സെല്ലുകളിൽ ഏകാന്ത തടവിൽ കിടക്കുകയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നിവർന്നു നിൽക്കാൻ പറ്റാവുന്ന പൊക്കം മാത്രം, 6 അടി പൊക്കം മാത്രമുള്ള ഒരു കുടിസുമുറിയിൽ 2 കൈകളും കാലുകളും ഭിത്തിയിലേക്ക് ബോൾട്ട് ചെയ്തു വെച്ച അവസ്ഥയിലാണ് സവർക്കറെ ഏകാന്ത തടവിന് വിധിച്ചത്. ദിവസത്തിൽ പുറത്തിറക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചക്കാട്ടിക്കാൻ, അതിക്രൂരമായ ജോലികൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സവർക്കറെ പുറത്തിറക്കിയിട്ടുള്ളത്. ആ സവർക്കർ പിൽക്കാലത്ത് ഭാരതം ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമൊക്കെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ ഇപ്പോഴും നിങ്ങൾക്ക് ആൻഡമാൻസിൽ പോകാമെങ്കിൽ സെല്ലുലാർ ജയിൽ ഭാരത സർക്കാർ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണ് നിറഞ്ഞല്ലാതെ അത് കാണാൻ പറ്റില്ല. കാരണം തൻ്റെ വിലങ്ങിലുണ്ടായിരുന്ന ഇരുമ്പാണി ഉപയോഗിച്ചുകൊണ്ട് സവർക്കർ ആ ജയിലിൻ്റെ ഭിത്തിയിൽ അതിമനോഹരമായ കവിതകൾ, ദേശസ്നേഹം തുളുമ്പുന്ന കവിതകൾ, വലിയ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയിട്ടത് ഇന്നും കാണാം. ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ സവർക്കറെയാണ് ഇവർ മാപ്പപേക്ഷിച്ചു, കാല് നക്കി എന്നൊക്കെ വിളിക്കുമ്പോൾ ഈ ഡാംഗെ കത്തുകളെ പറ്റി നാം ചോദിക്കണം. വെറും 4 വർഷം കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അതായത് ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന സത്യവാങ്മൂലം തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഈ അപേക്ഷ പരിഗണിച്ച് എത്രയും പെട്ടെന്ന് വിട്ടയച്ചാൽ ഞങ്ങൾ സർക്കാരിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇപ്പോൾ തടവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല.
അങ്ങയുടെ അനുസരണയുള്ള സേവകർ ശ്രീമദ് അമൃത് ഡാംഗെ, നളിനി ഭൂഷൺ ദാസ് ഗുപ്ത, ഇങ്ങനെ ഡാംഗെ കത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കത്തുകൾ ഉണ്ടായിരുന്നു. ഈ കത്തുകൾ പിന്നീട് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുന്നതിന് കാരണമായി. കാരണം ഡാംഗെ കോടതിയിൽ പോയിട്ട് ഇതിലും ഭീകരമായ രീതിയിൽ റിപ്പൻറ്റ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഡാംഗെ ഹാജരാക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും കണ്ണൂരെ നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പ്രത്യേകത, കുഞ്ഞനന്ദൻ നായർ പാർട്ടിയുടെ ഒരു ചരിത്രകാരനായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ചരിത്രം എഴുതുക, പാർട്ടിക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനം ചെയ്തായിരുന്നു കുഞ്ഞനന്ദൻ നായർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ജർമ്മനിയിലായിരുന്നു വർഷങ്ങൾ താമസിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം തൻ്റെ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പൊളിച്ചെഴുത്ത് DC ബുക്സ് ആണ് മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടിയാൽ വായിക്കാൻ പറ്റും. അതിൽ പറയുകയാണ്, ഈ ഡാംഗെ കോടതിയിൽ ചെന്നിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. ഡാംഗെ പറയുകയാണ്, ഞാൻ ധനതത്വശാസ്ത്രം പഠിച്ച ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം വ്യവസായവൽക്കരണത്തോടൊപ്പം തൊഴിലാളികളും ഉണ്ടാകാം. തൊഴിലാളികൾ സമരം ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന ആശയത്തെ ഞാൻ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. ചക്രവർത്തി തിരുമനസ്സിൻ്റെ പരമാധികാരം നിഷേധിക്കാനുള്ള വിപ്ലവം നടത്തുന്ന ഗൂഢാലോചനയിൽ ഞാൻ ഒരിക്കലും പങ്കാളിയായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി എന്നെ കുറ്റവിമുക്തനാക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് ശ്രീപദ് അമൃത ഡാംഗെ എന്ന SA ഡാംഗെയാണ്. ഈ കത്ത് വെളിവിട്ടിരിക്കുന്നത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം. പിന്നീടാണ് നമ്മുടെ ഈ ശ്രീജി ചോദിച്ചതുപോലെ ക്വിറ്റ് ഇന്ത്യ കാലഘട്ടത്തിലേക്ക്, ക്വിറ്റ് ഇന്ത്യയുടെ കാര്യമാണ് ചോദിച്ചത്, ഈ ക്വിറ്റ് ഇന്ത്യ കാലഘട്ടത്തിലേക്ക് വരുന്ന എല്ലാ കാലത്തും അത് നിങ്ങൾ ഏത് സംഭവം എടുത്താലും ക്വിറ്റ് ഇന്ത്യ കാലഘട്ടമാകുമ്പോഴത്തെ പ്രത്യേകത എന്താണ്? ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിച്ചില്ല. ഒരു പക്ഷേ വേറൊരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ളൊരു പരാജയപ്പെട്ട സമരം തന്നെയായിരുന്നു, വിജയിച്ച സമരമായിരുന്നില്ല ക്വിറ്റ് ഇന്ത്യ സമരം. പക്ഷെ അന്ന് ബ്രിട്ടൻ ഭാരതം വിട്ടു പോകുന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ലോകവ്യാപകമായി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എന്നത് ഉപരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ചർച്ചയാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി കമ്മ്യൂണിസ്റ്റുകൾ സഹകരിച്ചത്? അത് പരിശോധിക്കുമ്പോൾ അറിയാം, കമ്മ്യൂണിസ്റ്റുകാർ ആദ്യഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അനുകൂലമായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അന്ന് ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു കക്ഷിയായിരുന്നില്ല. നമ്മൾ പറയാറില്ലേ, സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്താൽ ഇന്ത്യയിൽ കുട പിടിക്കും കമ്മ്യൂണിസ്റ്റുകളെന്ന് പണ്ട് കാലത്ത് അവരെ പറ്റി ഒരു വിശേഷണം ഉണ്ടായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പങ്കാളികളാകാത്തത് കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും ഹാപ്പി. കാര്യം സോവിയറ്റ് യൂണിയൻ്റെ അഭിപ്രായമായിരുന്നു അവരുടെ അഭിപ്രായം. അവരുടെ ഫാദർ ലാൻഡ് എന്നാണ് അവർ USSRനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് ബ്രിട്ടനെതിരായ സമരത്തെ അല്പസ്വല്പമൊക്കെ ഇവരൊക്കെ സഹായിച്ചു. പക്ഷേ അന്ന് നിലനിന്നിരുന്ന ഒരു കരാറുണ്ടായിരുന്നു. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കില്ല എന്നുള്ളത്. പക്ഷേ ഹിറ്റ്ലർ ഈ കരാർ ഏകപക്ഷീയമായി ലംഘിച്ചിട്ട് ജർമ്മനി USSRനെ ആക്രമിച്ചു. അതോടുകൂടി റഷ്യ ജർമ്മനിക്കെതിരാവുകയും അമേരിക്കയുടെ സഖ്യകക്ഷിയായി ചേർന്ന് അമേരിക്ക നേതൃത്വം നൽകുന്ന ചേരി ജർമ്മനിക്കും ജപ്പാനും ഒക്കെ എതിരായി വലിയ ഒരു അച്ചുതണ്ട് സഖ്യകക്ഷികൾ രൂപപ്പെട്ട് അവർ യുദ്ധം ചെയ്തു. അതോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ നിലപാട് മാറ്റി. അങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരാകുന്നത്. എന്ന് മാത്രമല്ല, ആദ്യ കാലഘട്ടത്തിൽ ഇവർ ഇന്ത്യയിലെപ്പാട് ഇവിടെ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവർ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, നാ ഏക് പൈ നാ ഏക് ഭായ് എന്നായിരുന്നു അവരുടെ അന്നത്തെ മുദ്രാവാക്യം. അതായത് നോട്ട് വൺ പെനി നോട്ട് വൺ ബ്രദർ. അതായത് ഈ യുദ്ധത്തിന് എന്താണ്, ഒരു അണ കൊടുക്കുകയുമില്ല, ഒരാളെ യുദ്ധത്തിൽ വിടുകയുമില്ല എന്നതായിരുന്നു മുദ്രാവാക്യം. പക്ഷെ പിന്നീട് ഈ കേരളത്തിൽ വലിയ വ്യാപകമായി രണ്ടാം ലോക മഹായുദ്ധത്തിനെതിരെയൊക്കെ ഇവർ പ്രചരണം നടത്തി. പക്ഷെ പിന്നീട് റഷ്യ യുദ്ധത്തിൽ സഖ്യകക്ഷി ആയതോടുകൂടി പിന്നീട് ഇവർ ബ്രിട്ടനൊപ്പം ചേർന്ന് യുദ്ധത്തെ പിന്തുണച്ച ഒരു നിലപാടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോമിറ്റേണിൽ എടുത്ത തീരുമാനം, അതായത് അന്നത്തെ ബ്രിട്ടനിലെ
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ഹാരി പോളിറ്റ്, അവിടുത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. ആ ഹാരി പോളിറ്റ് CPIക്ക് അയച്ചൊരു കത്തുണ്ട്. അതൊക്കെ പിന്നീട് പുറത്തു വന്നത്. എന്തായിരിക്കണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഈ യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് തീരുമാനിച്ചത് ബ്രിട്ടൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഹാരി പോളിറ്റ് ആയിരുന്നു. ഹാരി പോളിറ്റ് അയച്ച ഈ കത്തിൽ പറയുകയാണ്, എല്ലാ സമരങ്ങളും നിർത്തിവെക്കണം. CPI ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും നിർത്തിവെക്കണം. കാരണം ഇന്ത്യയിൽ നിങ്ങൾ സമരം ചെയ്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭടന്മാർക്ക് അമിത ജോലിഭാരം ഉണ്ടാക്കരുത്. ബ്രിട്ടൻ്റെ തൊഴിൽശാലകളിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണിമുടക്കങ്ങൾ നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ യുദ്ധസാമഗ്രികളുടെ നിർമ്മാണം അനസ്യൂതം തുടരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് ബ്രിട്ടൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഹാരി പോളിറ്റ് CPIക്ക് അയച്ച കത്തുകളുണ്ട്. ഇങ്ങനെ അത് കോമിൻറ്റേണിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. കാര്യം ഇവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കോമിൻറ്റേണാണ്. അപ്പോൾ കോമിൻറ്റേണിൽ നിന്നൊരു നിർദ്ദേശം പോയി, ആ നിർദ്ദേശം ഇന്ത്യയിലേക്ക് വന്നു. അതോടുകൂടി ഇന്ത്യയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളും ബ്രിട്ടൻ അനുകൂലികളായിട്ട് മാറി. ആ സമയത്താണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരങ്ങൊരുങ്ങുന്നത്. അതോടുകൂടി ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെയും ഒറ്റുകൊടുത്തു എന്ന് മാത്രമല്ല, അവരതിനെ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത പലരെയും ബ്രിട്ടീഷ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള വ്യാപകമായ പരിശ്രമങ്ങൾ കേരളത്തിലടക്കം കമ്മ്യൂണിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവർ 1942 പറയുന്നത്. അതിന് ഒത്തിരി കഥകളുണ്ട്. 41 അവരുടെ ഒരു പ്രമേയമൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ R.C. മജുംദർ എഴുതിയ പുസ്തകമുണ്ട്, ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ആ പുസ്തകത്തിൽ പറയുന്നു, വി ആർ എ പ്രാക്ടിക്കൽ പാർട്ടി ആൻഡ് ഇൻ എ ന്യൂ സിറ്റുവേഷൻ ഇറ്റ്സ് അവർ ടാസ്ക് not only to evolve a new form of struggle for it but also to advance new slogans. The key slogan of our party is make the Indian people play a people's role in people's war. അതായത് ആദ്യ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ യുദ്ധമെന്ന് വിശേഷിപ്പിച്ച രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടനോടൊപ്പം സോവിയറ്റ് യൂണിയൻ ചേർന്നതോടുകൂടി അത് ജനകീയ യുദ്ധമായി മാറി. പിന്നീട് ആ ജനകീയ യുദ്ധത്തെ സഹായിക്കുക എന്നുള്ളത് ലോകമെമ്പാടുമുള്ള പ്രോലറ്റേറിയൻസിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ കടമയായി മാറി എന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് ഇവർ. അപ്പം ഇത്തരത്തിൽ നിരവധി ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഈ ഒരു ഉറപ്പിലാണ് ഇന്ത്യയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേലുള്ള നിരോധനം നീക്കിയത് എന്ന് മാത്രമല്ല, കേരളത്തിലെ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങൾക്ക് ന്യൂസ് പ്രിന്റ് കിട്ടിക്കൊണ്ടിരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ പ്രതിഫലമാണ് എന്ന് നാം മനസ്സിലാക്കണം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ഒരു കഷണം പേപ്പർ പോലും ഇല്ലാതെ വിപ്ലവം നയിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് കുരുക്ഷേത്രയും കേസരിയും ഒക്കെ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു പോരാട്ടമുണ്ട്. ആ സമയത്താണ് 1942 ബ്രിട്ടനെ സഹായിച്ചതിൻ്റെ പേരിൽ ന്യൂസ് പ്രിന്റ്, അന്ന് നമുക്കറിയാം ഇപ്പോഴും ന്യൂസ് പ്രിന്റ് ഒരു കോട്ടയിലാണ് കിട്ടുക. ന്യൂസ് പ്രിന്റ് എന്നുള്ളത് വലിയ വിലപിടിപ്പുള്ള വസ്തുവാണ് അന്നും ഇന്നും. അത് കോട്ടയാണ്, നിങ്ങൾ പത്രത്തിൻ്റെ സർക്കുലേഷൻ അനുസരിച്ചൊക്കെ കിട്ടുള്ളൂ, അത് വേറെ വിഷയം. പക്ഷെ അന്ന് ഇന്ത്യയിലെമ്പാടുമുള്ള പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ന്യൂസ് പ്രിന്റ് സബ്സിഡി വിലയിൽ കിട്ടിയത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അന്ന് CPIM ഇല്ല, CPI ഒറ്റുകൊടുത്തതിൻ്റെ ഫലമാണ് എന്ന് നാം അറിയണം. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അതോടൊപ്പം തന്നെ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ വളരെ കൗതുകമായിട്ട് നിങ്ങൾക്ക് തോന്നും. സ്വദേശി, ഇപ്പം ഗാന്ധി സ്വദേശി വസ്ത്രങ്ങൾ ശീലമാക്കാനും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാനും ആവശ്യപ്പെട്ടു. അന്ന് എന്തായിരുന്നെന്നറിയോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്? അവർ പറയണത്, കാര്യം ഇവർക്ക് എപ്പോഴും ഈ മുമ്പ് നമ്മൾ പറഞ്ഞ ദേശീയത എന്ന സങ്കല്പവുമായി കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവരെപ്പോഴും ഇവരുടെ ഫ്രീക്വൻസി എപ്പോഴും ലോകത്തിലെ തൊഴിലാളി വർഗവുമായിട്ടാണല്ലോ. കാരണം ആഗോള തൊഴിലാളികളാണല്ലോ ഇവരുടെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്ന മുദ്രാവാക്യമുള്ളത് കൊണ്ട് ഇവരന്ന് പറഞ്ഞത് ഈ സ്വദേശി വസ്ത്രത്തോടുള്ള ആഹ്വാനം അല്ലെങ്കിൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം തെറ്റാണ്. കാരണം ഇന്ത്യ സ്വദേശി നടപ്പാക്കിയാൽ ലണ്ടനിലെ മാഞ്ചസ്റ്റർ എന്നുള്ളത് വലിയ വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് അന്നും ഇന്നും. ഇന്ത്യയിൽ കൊൽക്കത്തയൊക്കെ അന്ന് വലിയ വസ്ത്രവ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പോൾ ലണ്ടനിലെ മാഞ്ചസ്റ്ററിലുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകും. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ സ്വദേശി വസ്ത്രം സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് കൂടി അറിയണം. അതിനുശേഷം ഭാരതം സ്വതന്ത്രയാകാൻ പോകുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന സങ്കല്പനത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ഇന്ത്യ ഒരു ദേശീയതയല്ല, ഇന്ത്യ എന്നൊരു ദേശീയത തന്നെ ഇല്ല, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ, ഇതൊക്കെ
വേറെ വേറെ ദേശീയതകളാണ് എന്നുള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത്. പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദിനും വർഗീയതയ്ക്കും അനുകൂലമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. എനിക്ക് തോന്നുന്നു അതും ഈ 1942 കാലഘട്ടത്തിലാണ് ആദ്യമായി പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പറയാമെങ്കിൽ അത് AISF ആണ്. AISF. ഇന്നത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. AISF എന്നുള്ളത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. എത്ര പേർക്കറിയാം അത്? ജവഹർലാൽ നെഹ്റുവാണ് AISFൻ്റെ ആദ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അപ്പം എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യയുടെ മുമ്പ് നമ്മുടെ കശ്മീർ ഫയൽസ് പറഞ്ഞതുപോലെ ഗവൺമെൻറ് അവരുടെ ആണെങ്കിലും സിസ്റ്റം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ തരത്തിലേക്ക് ഉയർന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. AISFൻ്റെ ആദ്യ സമ്മേളനത്തിൽ മുഹമ്മദ് അലി ജിന്നയും ജവഹർലാൽ നെഹ്റുവും പങ്കെടുത്തു. നെഹ്റുവാണ് AISF ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് പാർട്ടിയുടെ തീരുമാനമായിരുന്നു. അതായത് 1940 ശേഷം ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു തിരിച്ചടിയുണ്ട്. കാര്യം ഇവർ ചതിയന്മാരാണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് കോൺഗ്രസിൽ നുഴഞ്ഞു കയറണം എന്ന ഒരു തീരുമാനം പാർട്ടി എടുത്തു. കാരണം എന്താ? പബ്ലിക് അക്സെപ്റ്റൻസ് കിട്ടണം. കമ്മ്യൂണിസ്റ്റുകളെ ആരും അംഗീകരിക്കുന്നില്ല. അതിനുവേണ്ടി ഇന്ത്യൻ പട്ടാളത്തിൽ നുഴഞ്ഞു കയറാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കേരളത്തിൽ അതിന് ചുക്കാൻ പിടിച്ചത് P. കൃഷ്ണപിള്ളയായിരുന്നു. P. കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ ആർമിയിലേക്ക്, അന്ന് ഇന്ത്യൻ ആർമി ഇല്ല, ബ്രിട്ടീഷ് ആർമിയാണുള്ളത്, റോയൽ ആർമിയിലേക്ക് സഖാക്കന്മാരെ നുഴഞ്ഞു കയറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിരുന്നു. അപ്പം നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ അവരെ കുറച്ച് കാണരുത്. അവർക്കൊരു നൂറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ലെഗസി ഉണ്ട്. അത് വഞ്ചനയുടേതായിക്കൊള്ളട്ടെ, നുഴഞ്ഞുകയറ്റത്തിൻ്റെതായിട്ട്, ഒറ്റുകൊടുക്കലിൻ്റേതായിട്ടുള്ളത്. ഇവനിത് വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ, അന്നത്തെ ബ്രിട്ടീഷ് ആർമിയിൽ, ഞാൻ ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രിട്ടീഷ് ആർമി എന്ന് മനസ്സിലാക്കുക, അന്നത്തെ ഇന്ത്യൻ ആർമിയിൽ നുഴഞ്ഞു കയറുന്നതിന് വേണ്ടി പാർട്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതി ഏറെക്കുറെ വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു പലയിടങ്ങളിലും. പക്ഷേ അന്ന് ഇവരെ ചാരന്മാരായി ബ്രിട്ടീഷുകാർ കണ്ടെത്തി പിരിച്ചുവിട്ട സംഭവങ്ങളൊക്കെ നിരവധിയുണ്ട്. ഇന്ന് പല കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് ഞങ്ങളെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടത് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നുഴഞ്ഞു കയറിയത് എന്ന ചോദ്യം ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാനല്ല. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആർമി, നമ്മളുടെ സഖാക്കന്മാർ കൂടുതലുണ്ടെങ്കിൽ ഇന്ത്യ നമുക്ക് പിടിച്ചെടുക്കാം. അല്ലാതെ ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യാനല്ല ആർമിയിൽ നുഴഞ്ഞു കയറിയത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോകുമ്പോൾ പട്ടാളം ഇവിടെ ഉണ്ടാകുമല്ലോ. ആ പട്ടാളത്തിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഒരു റിവോൾട്ട് നടത്തി വളരെ പെട്ടെന്ന് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാം. ഇതായിരുന്നു അവരുടെ നിലപാട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ചോദിച്ച നമ്മളുടെ എന്തായിരുന്നു ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ, സ്വാതന്ത്ര്യ ഈ ലബ്ധിയുടെ ഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് എന്ന് പറയുന്നത്. ഞാൻ കാണുമ്പോൾ ഒരു കാര്യം പറയാം. ഈ റെജിനാൾഡ് മാക്സ്വെല്ലിന് PC ജോഷി അയച്ച കത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നീട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ക്വിറ്റ് ഇന്ത്യ കാലഘട്ടത്തിൽ PC ജോഷി അയച്ച കത്തുകളുണ്ട്. ആ ജോഷി അയച്ച കത്തിലെ ഒരു കത്ത് ഞാനൊന്ന് ടോപ്പിക്ക് വിട്ടുപോകുമല്ല എങ്കിലും ഞാനതൊന്ന് പറഞ്ഞോട്ടെ. അതിൽ പറയേണ്ട ഒരു വലിയ ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ, അതായത് യഥാർത്ഥത്തിൽ ഷൂ നോക്കിയത് PC ജോഷിയാണ്. അതെ. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക റിപ്പോർട്ട്. നമുക്കറിയാം, ഇന്ന് നാം ഈ സംസാരിക്കുന്ന 22ാം നൂറ്റാണ്ടിൽ, അല്ലെങ്കിൽ ഇത്രയും സാങ്കേതിക വിദ്യ വളർന്ന് വികസിച്ച കാലഘട്ടത്തിലും അവരുടെ പാർട്ടി രേഖകൾ എന്നുള്ളത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. പാർട്ടിയുടെ ഔദ്യോഗിക കമ്മ്യൂണിക്ക, ഒഫീഷ്യൽ കമ്മ്യൂണിക്ക അല്ലാതെ ഒരു രേഖകളും പുറത്തുവിടാത്ത ഒരു പ്രസ്ഥാനമാണ് CPIM. നമുക്കറിയാം, ഇന്ന് വല്ല ചാനലുകളൊക്കെ ചോർത്തിയെടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അത് അവർ മനഃപൂർവ്വം കൊടുക്കുന്നത് കൊണ്ട് ചോരുന്നതാണ്. അല്ലാതെ പാർട്ടി രേഖകളെ വളരെ സാങ്ക്ടിറ്റിയോടുകൂടി കാണുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് PC ജോഷി, സർ റെജിനാൾഡ് മാക്സ്വെൽ എന്നുള്ളത് അന്നത്തെ ബ്രിട്ടീഷ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്നത്തെ ഒരു IB ഉദ്യോഗസ്ഥൻ നമ്മൾ പറയുന്നത് പോലെ രഹസ്യങ്ങൾ ചോർത്താൻ നടക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു റെജിനാൾഡ് മാക്സ്വെൽ. ആ റെജിനാൾഡ് മാക്സ്വെല്ലിന് PC ജോഷി അയച്ച കത്തിൽ പറയുകയാണ്, ഞങ്ങൾ ബ്രിട്ടനെതിരായ ഒരു മുന്നേറ്റത്തെയും അംഗീകരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങയ്ക്ക് ഞാൻ ഈ പറഞ്ഞത് വിശ്വാസമല്ല എങ്കിൽ ഞങ്ങളുടെ
പാർട്ടി തീരുമാനത്തിൻ്റെ മിനിറ്റ്സ് അയച്ചു തരാൻ തയ്യാറാണ്. ഇത് പറഞ്ഞിരിക്കുന്നതായിരുന്നല്ലോ, പാർട്ടി സെക്രട്ടറി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് അയച്ച കത്താണ്. എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇത് അയച്ചു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ആ കത്തിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഈ എന്താണ് പറയുന്നത്, മാക്സ്വെല്ലിൻ്റെ 943 മാർച്ച് 15 ഈ പാർട്ടിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് പാർട്ടി സെക്രട്ടറി ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിൽ ഞങ്ങൾ ഏത് തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ കുറിപ്പ് അയച്ചു തരാൻ തയ്യാറാണ്. മനുഷ്യസാധ്യമായ രീതിയിലുള്ള വിശദീകരണം നൽകാനും ഞാൻ തയ്യാറാണ്. അതല്ല ഞാൻ നേരിട്ടെത്തി വിശദീകരണം നൽകുന്നത് മൂലം എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ്. PC ജോഷി റെജിനാൾഡ് മാക്സ്വെല്ലിന് അയച്ച കത്താണ് 943 മാർച്ച് 15. പിന്നെ അത് പറയുന്നുണ്ട്, ഞാൻ 16-ാം തീയതി മലബാറിലേക്ക് പോവുകയാണ്, 29-ന് മടങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായ റിപ്പോർട്ടാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ നടന്നതാണ്. ഞാനത് മുമ്പ് പറയാൻ വിട്ടുപോയത് കൊണ്ട് ഒന്ന് പറഞ്ഞു എന്നുള്ളത് ഓർമ്മയിൽ നിന്ന് വളരെ പെട്ടെന്ന് എടുക്കാതില്ല. അതുപോലെ പിന്നെ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖ പറയാം. കോഴിക്കോട് ആസ്ഥാനമായി പുറത്തിറക്കുന്ന ദേശാഭിമാനി വാരികയ്ക്ക് 40 റീം ഡബിൾ ഡമ്മി ന്യൂസ് പ്രിന്റും ദേശാഭിമാനി പബ്ലിഷിംഗ് കമ്പനിക്ക് 75 റീം ന്യൂസ് പ്രിന്റും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് PC ജോഷി ബ്രിട്ടീഷ് അധികാരികൾക്ക് കത്തയച്ചിട്ടുണ്ട്. എന്താ ഈ കത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം അല്ലെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് എന്നുള്ളത് ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എഗ്രിമെൻ്റ് തന്നെയാണ്. അപ്പം ഈ രാജ്യവ്യാപകമായി ഇത് പ്രചരിപ്പിക്കുന്നതിനാവശ്യമായി, അതായത് എല്ലാ ഭാഷകളിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല എന്താ? ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല യുദ്ധത്തിന്, 2ാം ലോക മഹായുദ്ധത്തിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതായത് ബ്രിട്ടനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രചാരവേലയ്ക്ക് വേണ്ടി മാത്രം പ്രതിമാസം 10 ടൺ ന്യൂസ് പ്രിന്റ് ആവശ്യമാണ്. അത് തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് PC ജോഷി റെജിനാൾഡ് മാക്സ്വെല്ലിന് അയച്ചിട്ടുണ്ട്. അന്നാണ് എന്തൊക്കെ അവർക്കുണ്ടായി എന്നൂടെ ഓർക്കണം. ഇംഗ്ലീഷ്, ഉറുദു, മറാത്തി, ഗുജറാത്തി, തമിഴ്, മലയാളം ഇത്രയും ഭാഷകളിൽ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. പ്രസ്, കോഴിക്കോട്ട് ഒരു പ്രസിദ്ധീകരണശാല, 5 ഭാഷകൾ, പീപ്പിൾസ് വാർ എന്നുള്ളത് അന്നത്തെ അവരുടെ മുഖപത്രമാണ്. അതെല്ലാം തുടങ്ങിയത് ഈ 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ 30 വെള്ളിക്കാശാണ്. അതെ, ആ 30 വെള്ളിക്കാശിനാണ്. ഇതും ഈ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പൊളിച്ചെടുത്ത് വായിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിവരം കിട്ടും. 5 ട്രങ്ക് പട്ടികൾ, പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ട്രങ്ക് പട്ടി എന്ന് പറഞ്ഞാൽ, പണ്ട് പട്ടാളക്കാരൊക്കെ കൊണ്ടുവരുന്ന ഇരുമ്പ് പെട്ടിയാണ് ട്രങ്ക് പട്ടി, അല്ലേ? പട്ടാളക്കാർക്കൊക്കെ അറിയാം, ഇവിടെ പട്ടാളക്കാരുണ്ട്. അത്തരത്തിലുള്ള 14 കൂറ്റൻ ഇരുമ്പ് പെട്ടികളിൽ അടങ്ങിയ ഡോക്യുമെന്റ് നശിപ്പിച്ചു കളഞ്ഞതായി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ നശിപ്പിച്ചു കളഞ്ഞത്? ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനും ദേശീയതയ്ക്കുമെതിരെ പാർട്ടി പ്രവർത്തിച്ചതിൻ്റെ രേഖകളാണ്. ഇത് വരും തലമുറ കണ്ടുകൂടാ എന്ന പാർട്ടി നിർദ്ദേശമനുസരിച്ച് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ നേതൃത്വത്തിൽ, ഇത് ഇന്ന് മരിച്ചു പോകാത്ത ആളാണ്, ഇന്നേ വരെ പാർട്ടി ഈ ആരോപണം നിഷേധിച്ചിട്ടില്ല. ബെർലിൻ കുഞ്ഞനന്ദൻ നായർ തൻ്റെ ആത്മകഥ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തിന് മുകളിലായി. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോഴും കുഞ്ഞനന്ദൻ നായർ എഴുതിയ ഒരു വരി പോലും നിഷേധിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. കുഞ്ഞനന്ദൻ നായർ പറയുന്നു ഇതിനു വേണ്ടി ഒരു ആർക്കൈവ്സ് കമ്മിറ്റിയെ രൂപപ്പെടുത്തിയിരുന്നു. ആ ആർക്കൈവ്സ് കമ്മിറ്റിയിൽ EMS ഉണ്ടായിരുന്നു. EMS കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ ബസവ പുന്നയെയാണ് ചുമതലയിൽ വന്നത്. ബസവ പുന്നയെയും കുഞ്ഞനന്ദൻ നായരോട് ചേർന്ന് 14 ട്രങ്ക് പെട്ടികളിലുള്ള ഡോക്യുമെന്റ്സ് നശിപ്പിച്ചതായി പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഡോക്യുമെന്റുകൾ പുറലോകം കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുന്നത് എന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നീടാണ് ഈ പറഞ്ഞ നമ്മളുടെ സ്വാതന്ത്ര്യ സമരം വരുന്നത്. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം ബ്രിട്ടൻ ഭാരതത്തിന് സ്വാതന്ത്ര്യം തരാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. കാര്യം 2ാം ലോക മഹായുദ്ധം അമേരിക്ക അടക്കമുള്ള കക്ഷികൾ വിജയിച്ചെങ്കിലും അവർക്ക് ലോകമെമ്പാടുമുള്ള കോളനികൾ നടത്തിക്കൊണ്ടു പോകാൻ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഭടന്മാരുടെ ക്ഷാമമുണ്ടായി, ആൾക്ഷാമം, അവരുടെ ഓഫീസേഴ്സിൻ്റെ ക്ഷാമം, അങ്ങനെ വലിയ തിരിച്ചടികൾ അവർ നേരിട്ടിട്ടാണ് യുദ്ധം ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ 2ാം ലോക മഹായുദ്ധം തീർന്നപ്പോൾ തന്നെ അവർ തീരുമാനിച്ചതാണ്. 46 ആയപ്പോഴത്തേക്കും ആ തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനു മുൻപായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുന്നു. എന്താണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ അവരുടെ പ്രധാനമായ ചുമതല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുമായി തീരുമാനിച്ച്
എങ്ങനെയാകണം അധികാര കൈമാറ്റം, പിന്നീട് ഉണ്ടാകാൻ പോകുന്ന മന്ത്രിസഭ എങ്ങനെയാകണം എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ വരുന്നു. അപ്പോൾ എല്ലാ പാർട്ടിക്കാരെയും കാണുന്നുണ്ട്. അവിടെയാണ് ഈ 40കളിൽ ഉണ്ടായ ദ്വിരാഷ്ട്രവാദം ലീഗ് ഈ ക്യാബിനറ്റ് മിഷന് മുമ്പാകെ ഉന്നയിക്കുന്നതും പിന്നീട് നമുക്കറിയുന്നത് പോലെ ഭാരതം രണ്ടായി വിഭജിക്കപ്പെടുന്നതും. അന്ന് 1941 GA അധികാരി, ഗംഗാധർ അധികാരി എന്ന് പറയുന്ന പാർട്ടിയുടെ ഗംഗാധർ മൊരേശ്വർ അധികാരി എന്ന് പറയുന്ന CPIയുടെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു തിസീസ് ഉണ്ടാക്കിയിട്ട് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ തിസീസിൽ പറയുന്നു, ഇന്ത്യ എന്നുള്ളത് ഒരു രാഷ്ട്രമേ അല്ല, ഇന്ത്യയിൽ 18 ഭാഷകൾ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്ത്യയെ 18 രാഷ്ട്രങ്ങളായി വിഭജിക്കണം. ഇത് ഔദ്യോഗിക ഡോക്യുമെൻ്റാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ, അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, മുഹമ്മദ് അലി ജിന്നയൊക്കെ എത്രയോ പാവം അല്ലേ, മുഹമ്മദ് അലി ജിന്നയൊക്കെ എത്രയോ മതേതരവാദിയാണെന്ന് നാം പഠിക്കണം. സത്യം പറഞ്ഞാൽ അദ്ദേഹമൊക്കെ എത്ര കുറഞ്ഞ കുഴപ്പങ്ങളെ ഭാരതത്തിന് ചെയ്തിട്ടുള്ളൂ. ഒന്നുകിൽ ഒരു കഷണം മേടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണല്ലോ ചെയ്തത്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് അങ്ങനെയല്ല, രണ്ടായിട്ടല്ല, ഇന്ത്യയെ 18ആയിട്ട് വിഭജിക്കണമെന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്. അന്നും ഇന്നും അവരുടെ ശബ്ദത്തിന് വലിയ ചെവി ആരും കൊടുക്കാത്തത് കൊണ്ട് ഭാരതം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 18ആയിട്ട് ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ. ഇനി എന്തായിരുന്നു അധികാര കൈമാറ്റ സമയത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട്? ഈ 18ആയിട്ട് വിഭജിച്ചില്ല. അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകൾ എന്ത് പറഞ്ഞു വരുത്തി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ആസാദി ജൂട്ടി ഹേ എന്നായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം. കാരണം അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇത് ബൂർഷ്വാസികളായ ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യൻ ബൂർഷ്വയായ കോൺഗ്രസിലേക്ക് ഒരു അധികാര കൈമാറ്റമാണ് നടക്കുന്നത്, അല്ലാതെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി സ്വാതന്ത്ര്യം എവിടെയോ അകലെ കിടക്കുകയാണ്. ഇനി എങ്ങനെ സ്വാതന്ത്ര്യം മേടിക്കണം? അതിന് നാം വിപ്ലവം നടത്തണം, സായുധ സമരം നടത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ പുന്നപ്ര വയലാർ അടക്കമുള്ള സമരങ്ങൾ നടക്കുന്നത്. അവിടെയാണ് ഈ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രസക്തിയെ നാം ചോദ്യം ചെയ്യുന്നത്. കശ്മീരിലെ തേഭാഗ സമരം, 1/3 കൂലിക്ക് വേണ്ടിയുള്ള സമരം, തെലങ്കാന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ, കൊൽക്കത്തയിൽ നടന്നത്, ത്രിപുരയിൽ തുടങ്ങി ഇവരുടെ, മഹാരാഷ്ട്രയിൽ തുടങ്ങി ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇവർ സായുധ സമരവുമായി രംഗത്ത് വന്നു. നമുക്കറിയാം, ഹൈദരാബാദിൽ നടന്ന തെലങ്കാന സമരത്തിൽ പിന്നീട് റസാക്കർമാരുമായി പോലും കമ്മ്യൂണിസ്റ്റുകൾ സഹകരിച്ച് പ്രവർത്തിച്ച ചരിത്രമൊക്കെ ഉണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പിന്നീട് ഒറ്റ സുപ്രഭാതത്തിൽ തെലങ്കാന സമരം ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ പാർട്ടി അവസാനിപ്പിക്കരുത്. എന്താണ് കാരണമെന്ന് ഇന്നും അജ്ഞാതമാണ്. എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെലങ്കാന മൂവ്മെന്റ് 5 വർഷം നീണ്ടു നിന്ന സമരമായിരുന്നു തെലങ്കാന പ്രക്ഷോഭം, വലിയ പ്രക്ഷോഭം. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചത് തെലങ്കാനയിലായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആന്ധ്രാപ്രദേശത്തിലായിരുന്നു. വന്നത് കേരളത്തിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പുന്നപ്ര വയലാർ അടക്കമുള്ള സായുധ സമരങ്ങളുടെ പിന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന പാർട്ടിയുടെ മുൻകൂട്ടിയുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മെയിൻ സ്ട്രീമിൽ കമ്മ്യൂണിസ്റ്റുകൾ വേണം, ഞങ്ങളുടെ ഒരു എഫേർട്ട് ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് പുന്നപ്രയിലും തേഭാഗ സമരവും തെലങ്കാനയും ഒക്കെ പാർട്ടിക്കാർ നടത്തിയത്. പക്ഷെ അവരുടെ അന്നത്തെ നിലപാട് ഇന്ത്യയെ 18ആയിട്ട് വിഭജിക്കണമെന്നായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് നമുക്ക് രണദിവേ തിസീസൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അതായത് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എടുക്കുകയാണെങ്കിൽ, EMSൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ബാലറ്റിലൂടെ അധികാരമേറ്റു. അതിനുശേഷം വിമോചന സമരം ഉണ്ടാവുകയും ആ സർക്കാർ താഴെ ഇറങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്ത, നെഹ്റു ആ സർക്കാരിനെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ദേശീയതയെ പിന്നിൽ നിന്ന് കുത്തുന്ന, എപ്പോഴും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ കേരളത്തിലെ പരിപ്രേക്ഷ്യത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ദേശീയതയോടും നമ്മുടെ രാഷ്ട്രത്തോടും എന്തൊക്കെയാണ് ചെയ്തതെന്ന് വിശദീകരിക്കാം. ഈ ഇന്ത്യയുടേത് മാത്രമല്ല, ക്ഷമിക്കണം, കേരളത്തിൻ്റേത് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ ഇന്ത്യയിലെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ, ഞാൻ പറഞ്ഞത് നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കല്പമേ ഇല്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഈ പുന്നപ്ര വയലാർ സമരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഓർത്ത ഒരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ അല്ലെങ്കിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് G. യദുകുലകുമാർ. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് കവടിയാറിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്.
അദ്ദേഹമാണ് കേരളത്തിലെ അറിയപ്പെടാത്ത 2 വിപ്ലവകാരികളെ പറ്റി കേരളത്തിന് പറഞ്ഞു തന്നത് ജി യദുകുലകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ചരിത്രങ്ങൾ തേടി പോകുമ്പോൾ ഇത്തരം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് ചായ്വായിരിക്കാം, പക്ഷേ എങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ കാപട്യം തുറന്നു കാണിക്കുന്നതിൽ അവരും മുന്നിലാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. പുന്നപ്ര വയലാറിൻ്റെ ഡിക്റ്റേറ്ററായിരുന്ന കുന്തക്കാരൻ പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയെ മലയാളിക്ക് മുൻപാകെ അവതരിപ്പിച്ചത് ജി യദുകുലകുമാറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അവതരിപ്പിച്ച മറ്റൊരു വിപ്ലവകാരിയാണ് KCS മണി. KCS മണിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സർ CPA വെട്ടിയ ഒരു പ്രവർത്തകനായിരുന്നു KCS മണി. മണിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. കുന്തക്കാരൻ പത്രോസിന് സംഭവിച്ചതിനെക്കാട്ടിൽ ഗതികെട്ട അവസ്ഥയിലാണ് KCS മണി കേരളത്തിൻ്റെ നാട്ടിൽ ജീവിച്ച് മരിച്ചത്. പോയിക്കോട്ടെ. പക്ഷേ ആ പറച്ചിലിൽ ഇന്ന് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുകയുണ്ടായി ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ്. അതിനകത്ത് കൗതുകകരമായി തോന്നിയ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഒരു ഗവേഷണം നടത്തേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ പുന്നപ്ര വയലാറിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ സമാഹരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. കാര്യം അന്ന് ആയുധങ്ങളില്ല, നമുക്കറിയാം. അപ്പോൾ ഈ നമ്മളുടെ യദുകുലകുമാർ അദ്ദേഹത്തിൻ്റെ, ഇതാണ് ആ പുസ്തകം, CPA വെട്ടിയ മണിയും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ജി യദുകുലകുമാറിൻ്റെ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ആയുധങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിരുന്ന മാധവ മേനോൻ്റെ പുത്രനും താമ്പരം ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്ന ബാലൻ മേനോൻ എന്ന ബാലൻ, അടുത്ത പേര് നിങ്ങൾ ശ്രദ്ധിക്കണം, കാഴ്ചയിലും ഭയങ്കരനായിരുന്ന ഹിന്ദു മഹാസഭക്കാരനായിരുന്ന ഭയങ്കരാചാരി. ഈ പേര് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു പേരാണ്, ഭയങ്കരാചാരി. ഭയങ്കരാചാര്യരുടെ മുഴുവൻ പേര് പ്രതിവാദി ഭയങ്കര വെങ്കടാചാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. പക്ഷേ യദുകുലകുമാർ പറയുന്നു, അദ്ദേഹം നേരിട്ട് കണ്ട ഡോക്യുമെൻറ്റിനെ പറ്റിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പുന്നപ്ര KS ജോസഫ് എന്ന് പറയുന്ന പഴയ ഒരു ചരിത്രകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹം നേരിട്ട് കണ്ട ഡോക്യുമെൻറ്റിനെ പറ്റി പറയുകയാണ്. ഈ ഭയങ്കരാചാരി ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു എന്നാണ് യദുകുലകുമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുന്നപ്ര വയലാർ സംഭവം ഹിന്ദു മഹാസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്താണ് ബന്ധം? ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാം ഗാന്ധി വധമടക്കമുള്ള കാര്യങ്ങളിൽ ഇത് ചെന്ന് നിൽക്കും. കാരണം നമുക്കറിയാം, ഗാന്ധിയെ വധിച്ചത് ഹിന്ദു മഹാസഭക്കാരനായിരുന്നു എന്നും ഗാന്ധി വധിക്കപ്പെടുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ ചുമതലയിലുണ്ടായിരുന്നത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി എന്ന പിൽക്കാല കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവായിരുന്നു എന്നും ആ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനായിരുന്നു സോമനാഥ ചാറ്റർജി എന്നും അദ്ദേഹം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു, ലോകസഭാ സ്പീക്കറായിരുന്നു, 8 തവണ CPM ടിക്കറ്റിൽ MP ആയ വ്യക്തിയാണ്. അപ്പോൾ ഹിന്ദു മഹാസഭയും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഗാന്ധിവധത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഹിന്ദു മഹാസഭയാണ്. അതേ ഹിന്ദു മഹാസഭയുടെ സഹായം പുന്നപ്രയിലേക്കും വയലാറിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തേടിയിരുന്നു എന്നാണ് യദുകുലകുമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇതേപ്പറ്റി എല്ലാവരും ഒന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇന്ന് രാവിലെയാണ് എൻ്റെയും ഈ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം പെട്ടത്. ഭയങ്കരാചാരി എന്ന് പറയുന്ന പേര് ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന റെവല്യൂഷണറി ആയിട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതിൻ്റെ ഒരു പിന്നാമ്പുറത്ത് നോക്കിയ സമയത്ത് അനുശീലൻ സമിതി എന്ന് പറയുന്ന പഴയ വിപ്ലവ പ്രസ്ഥാനവുമായി ഭയങ്കരാചാരിക്ക് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് റെവല്യൂഷണറിയായി മാറി. അനുശീലൻ സമിതിയും റെവല്യൂഷണറി പ്രസ്ഥാനം തന്നെയാണ്. പക്ഷെ അദ്ദേഹം പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. അതൊരു ദുരൂഹമായി നിൽക്കുന്നു. ഭയങ്കരാചാര്യയെ പറ്റി വലിയ വിവരങ്ങളൊന്നും ഇന്ന് ഇന്ത്യൻ നമ്മുടെ ചരിത്രത്തിൽ കിട്ടാനില്ല. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വിപ്ലവകാരിയായ നേതാവ്, അദ്ദേഹം കാക്കിനാട ബോംബ് സ്ഫോടന കേസിൽ പിടിയിലായി ആൻഡമാൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നാം മനസ്സിലാക്കുന്നു, ആൻഡമാൻസിൽ കഴിയുമ്പോൾ ഒരുപക്ഷെ സവർക്കറുടെ ഒരു സ്വാധീന വലയത്തിൽ അകപ്പെട്ടിട്ടാണോ ഹിന്ദു മഹാസഭ ആയത് എന്ന് അറിയില്ല. അത് ചരിത്രത്തിൽ നിന്ന് ഇനി പുറത്തു വരേണ്ട ഒരു കാര്യമാണ് എന്ന്
പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നീടാണ് ചോദിച്ചത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ സമരങ്ങളും, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പുന്നപ്ര വയലാർ അടക്കമുള്ള പ്രക്ഷോഭങ്ങളും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും ഒക്കെ ഇങ്ങനെയായിരുന്നു. ഞാനതാണ് ആദ്യം പറഞ്ഞ ജാപ്പുമേള. ഈ ജാപ്പുമേളയുടെ അടിസ്ഥാനം എന്നുള്ളത് ജപ്പാനെ എതിർക്കുക എന്നതായിരുന്നില്ല. ആ ജപ്പാനെ എതിർക്കുന്നതിൻ്റെ പേരിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന എക്കാലത്തെയും ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഐക്കണായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നമുക്കറിയാം, ഗാന്ധി മുൻപോട്ടേക്ക് വെച്ച സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് AICCയുടെ അധ്യക്ഷനായ ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. ബോസിന് ഇന്ത്യയിലുണ്ടായിരുന്ന സ്റ്റേച്ചർ എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഔന്നത്യമുള്ള നേതാവായിരുന്നു സുഭാഷ് ബോസ്. ആ സുഭാഷ് ചന്ദ്രബോസിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും ശ്രമിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ നേതാവല്ലി ചെറ്റ ജപ്പാൻകാരുടെ കാലുനക്കി, ടോജോയുടെ ബോസ് എന്ന കഴുതപ്പുറത്തിരുന്ന് ടോജോ സഞ്ചരിക്കുന്ന കാർട്ടൂണുകൾ, അക്കാലത്തെ പീപ്പിൾസ് വാറിൻ്റെ എല്ലാ എഡീഷനിലും സുഭാഷ് ചന്ദ്രബോസിനെ അവഹേളിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകളായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുഭാഷ് ബോസിനെതിരെയായിരുന്നു ലേഖനങ്ങൾ. ഏറ്റവും അവസാനം നമ്മൾ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും റിപ്പൻറ്റ് ചെയ്തതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മശതാബ്ദി വർഷത്തിന് ശേഷമാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സുഭാഷ് ചന്ദ്രബോസ് വലിയ വിപ്ലവകാരിയായിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ ഇങ്ങനെ ഇത് സുഭാഷ് ബോസിനോട് മാത്രമായിരുന്നില്ല. നമുക്കറിയാം സവർക്കറോടുണ്ടായിരുന്ന അവരുടെ നിലപാടെന്താണ്, ഇന്നും അവർ കാണിച്ചു എടുക്കുന്നത് എന്താണ്, മഹാത്മാഗാന്ധിയോടുള്ള നിലപാടെന്തായിരുന്നു, വാർധയിലെ കപടസന്യാസി എന്നായിരുന്നു ഗാന്ധിയെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ വിശേഷിപ്പിച്ചത്. ഗാന്ധി എന്താക്കി, ഇന്ത്യ മാന്തി പുണ്ണാക്കി എന്നായിരുന്നു കേരളത്തിലെ ഒരു മുദ്രാവാക്യം പോലും ഉണ്ടായിരുന്നു. നടുവൊടിഞ്ഞ ഗാന്ധിയെ ഉരലിലിട്ടിടിക്കണം എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പം ഗാന്ധിയോട് എന്തായിരുന്നു, നാരായണ ഗുരുദേവനോട്, ഇപ്പോൾ കേരളത്തിലെ കാര്യം, നാരായണ ഗുരുദേവനോട് എന്തായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ അല്ലെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ നിലപാട് എന്തായിരുന്നു? നാരായണ ഗുരുദേവനെ ഗുരുദേവനെന്ന് വിശേഷിപ്പിക്കാത്ത ഏക നേതാവ് EMS ആണ്. ശ്രീനാരായണ ഗുരു ഗുരുദേവനെന്ന് ഇന്നേവരെ വിശേഷിപ്പിച്ചിട്ടില്ല EMS. എന്തായിരുന്നു നിങ്ങൾക്കറിയാം, സിമന്റ് നാണു. നാരായണ ഗുരുദേവനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഒളിഞ്ഞും തെളിഞ്ഞും വിളിച്ചിട്ടുള്ള പേരാണ് സിമന്റ് നാണു എന്ന്. ശിവഗിരിയിലേക്ക് EMSനെ ക്ഷണിച്ച സമയത്ത് തീർത്ഥാടനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ EMSനെ ക്ഷണിച്ചു. EMS പോയില്ല എന്ന് മാത്രമല്ല, പോകാത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ചിന്താ വാരികയിൽ EMS ഒരു നെടുങ്കൽ ലേഖനം എഴുതി. ആ ലേഖനത്തിൽ EMS വ്യക്തമായി പറയുന്നു, എന്നെ പോലെയുള്ള ആൾക്കാർ ശിവഗിരിയിൽ ചെന്നാൽ ശ്രീനാരായണൻ്റെ ദർശനങ്ങൾക്ക് ഇന്നും പ്രാമുഖ്യമുണ്ട്, ഇന്നും പ്രാധാന്യമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോകാത്തത് നന്നായി എന്നാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അയ്യൻകാളിയോട് എന്തായിരുന്നു നിലപാട്? അയ്യൻകാളി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ ജീവിച്ചിരുന്നതായി പോലും EMS അടയാളപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, EMS കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നതിന് വേണ്ടി വലിയ പുസ്തകങ്ങൾ എഴുതിയാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി അടക്കമുള്ള പുസ്തകം എഴുതിയ നേതാവായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ പുസ്തകത്തിൻ്റെ ഒരധ്യായത്തിലും ഒരു താളിലും നിങ്ങൾക്ക് അയ്യൻകാളി എന്ന് പറയുന്ന പേര് കാണാനേ സാധ്യമല്ല. ഈ കേരളത്തിൽ ആദ്യമായി തൊഴിലാളി പണിമുടക്ക് നടത്തിയ ആളാണ് അയ്യൻകാളി. ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം. പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ വലിയ ഐതിഹാസികമായ സമരമുണ്ട്, കല്ലുമാല സമരം. ഈ സമരത്തെ പറ്റിയൊന്നും കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു എപ്പിസോഡേ ഉണ്ടായിട്ടില്ല എന്നാണ് EMS പറഞ്ഞിട്ടുള്ളത്. EMS അയ്യൻകാളി എന്ന പേരിനെ അവഗണിച്ചു. പക്ഷേ SNDPയെയും നമ്മളുടെ നാരായണ ഗുരുദേവനെയും അവഗണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവഹേളിച്ചു. ഇതുതന്നെയാണ് എക്കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ ഈ ഭാരതത്തോടും ദേശീയമായ നമ്മളുടെ ബന്ധുക്കളോടും ഒക്കെ ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇവർ പറയുന്നുണ്ട്, നാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോളറ്റേറിയറ്റ് വിഭാഗത്തിന് തന്നെ ശത്രുവാണെന്നാണ് MN റോയ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ശത്രുവാണ്. കാര്യം നിങ്ങൾക്ക് ദേശീയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലും ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയതയും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം ഒരു ബന്ധവുമില്ല. കടലും കടലാളിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂ. നിങ്ങൾക്കറിയുമോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് പിളർന്ന പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ പറയുന്നത് 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതെന്നാണ്. അല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപം കൊണ്ട്, ഞാൻ പറഞ്ഞു 1920 ആദ്യ പോളിറ്റ് ബ്യൂറോ അവിടെ ചേർന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരു സംഘടനാ രൂപമുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്ന ഒരു എപ്പിസോഡുണ്ട്. ആ എപ്പിസോഡിൽ സത്യഭക്ത എന്ന് പറയുന്ന
ആളാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകളെ വിളിച്ചു കൂട്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ എം.എൻ. സത്യഭക്തയാണ് കാൺപൂരിൽ വെച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടാൻ ശ്രമിച്ചു. കേട്ടാൽ വളരെ കൗതുകകരമാണ്. അന്ന് അതിനകത്ത് എം.എൻ. റോയ് ഒന്നും പങ്കെടുത്തിട്ടില്ല, പക്ഷേ ഡാംഗെ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ അലസി പിരിയുകയാണ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്താണെന്നറിയ കാര്യം, എന്തായിരിക്കണം പാർട്ടിയുടെ പേര്? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരെന്തായിരിക്കണം എന്ന കാര്യത്തെപ്പറ്റി ആദ്യ യോഗത്തിൽ അടിയുണ്ടായി. ഈ നമ്മുടെ മുസാഫർ അഹമ്മദിനെ പോലെ എം.എൻ. സത്യഭക്തയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു, നമ്മളൊരു നാഷണൽ പാർട്ടിയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ല നമുക്ക് ചെലവിന് തരുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് അവർ പറഞ്ഞത്. നമ്മൾ അവരുടെ ഔദാര്യത്തിൽ കഴിയേണ്ടവരല്ല, സോവിയറ്റ് യൂണിയൻ അല്ല നമുക്ക് ചെലവിന് തരുന്നത്, ഇന്ത്യക്ക് ഒരു സ്വന്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണം, അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരിടണം. അപ്പോൾ ഡാംഗെ അടക്കമുള്ള ആഗോള കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞത്, അങ്ങനെ നമുക്ക് സ്വന്തമായ ഒരു നിലനിൽപ്പൊന്നുമില്ല, നമ്മൾ ആഗോള കമ്മ്യൂണിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പ് മാത്രമാണ്, ഇന്ത്യൻ ബ്യൂറോയാണ്, അതുകൊണ്ട് എന്ത് പേരിടണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലാതെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇതിൻ്റെ പേരിൽ തർക്കമുണ്ടായി. മുമ്പ് 64-ലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നിന്നും ജ്യോതി ബസുവും EMS അടക്കമുള്ളവർ ഇറങ്ങി വന്നു, സുന്ദരയും അടക്കമുള്ളവർ ഇറങ്ങി വന്നു എന്ന് പറയുന്നത് പോലെ എം.എൻ. സത്യഭക്ത അടക്കമുള്ളവർ ഇറങ്ങിപ്പോകേണ്ടി വന്നു. അതായത് ആരാണോ യോഗം വിളിച്ചു കൂട്ടിയത് അയാൾക്ക് അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പേര് രൂപീകരിച്ച് കുറേ കാലം ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പം ഇതാണ് ഈ നാഷണാലിറ്റി എന്ന് പറയുന്ന സങ്കല്പം. നേഷൻ, കൺട്രി, ഇതിനോട് ഇവർക്കൊന്നും യാതൊരു യോജിപ്പുമില്ല. അതുകൊണ്ടാണ് ആരാണ് നമ്മൾ ഏത് ലൈൻ സ്വീകരിക്കണം? നിങ്ങൾക്കറിയുമോ, ഇവിടെ നിന്ന് നമ്മളുടെ ഡാംഗെ അടക്കമുള്ളവർ സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുണ്ട്, ലെനിനെ കാണാൻ പോയി, എം.എൻ. റോയ് പോയി. അപ്പം ലെനിൻ ഇവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലെനിൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ലെനിൻ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. സമ്മതിച്ചില്ല. എം.എൻ. റോയ് പറഞ്ഞു പറ്റില്ല. എം.എൻ. റോയ് എന്ന് പറഞ്ഞാൽ വലിയ ലെനിൻ അടക്കമുള്ള ആൾക്കാരുടെ സമശീർഷനായിരുന്നു, ബൗദ്ധിക നിലവാരത്തിൽ വലിയ എന്താ പറയുന്നത് പവർഫുൾ പേഴ്സണാലിറ്റി ആയിരുന്നു എം.എൻ. റോയ്. ആ എം.എൻ. റോയ് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ദേശീയത എന്ന് പറയുന്ന സങ്കല്പത്തിന് അവർ പുറംതിരിഞ്ഞു നിന്നു. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈൻ എന്തായിരിക്കണം? എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പിളർന്നത്? ചൈനീസ് ലൈൻ വേണോ, സോവിയറ്റ് ലൈൻ വേണോ? ഇതേ ഉള്ളൂ, സിമ്പിൾ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മളെ ഏത് പാർട്ടിയുടെ ലൈൻ സ്വീകരിക്കണം? അതിനകത്ത് ഒത്തിരി ഘടകങ്ങൾ വരുന്നുണ്ട്. ആറ്റം ബോംബിൻ്റെ കണ്ടുപിടുത്തമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. കാര്യം ആറ്റം ബോംബ് കണ്ടുപിടിച്ച സമയത്ത് സോവിയറ്റ് റഷ്യ അതിനെ പുകഴ്ത്തി, ചൈന ഇകഴ്ത്തി. ചൈന പറഞ്ഞു അങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കല്ല പ്രാധാന്യം, ഇപ്പോഴും മനുഷ്യവിഭവത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചൈനീസ് ലൈനും കമ്മ്യൂണിസ്റ്റ് ലൈനും തമ്മിൽ അടിയുണ്ടാകുന്നതൊക്കെ ചരിത്രമുണ്ട്, നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. അങ്ങനെ വന്നിട്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചൈനയുടെ ലൈനാണ് വേണ്ടത്, മാവോയുടെ ലൈൻ. ഒരു കൂട്ടം ആൾക്കാർക്ക് സോവിയറ്റ് ലൈൻ മതിയായിരുന്നു. ആ സോവിയറ്റ് ലൈനിനെ അംഗീകരിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായിട്ട് മാറിയത്. ചൈനയെ അംഗീകരിക്കും, മധുരമനോജ്ഞ ചൈന, ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞ് ഇന്നും അതുകൊണ്ടാണ് അവരുടെ പുകഴ്ത്തൽ വരുന്നത്. CPI-ക്കാർ അന്നും സോവിയറ്റ് യൂണിയനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചരിത്രധാര പരിശോധിച്ചാൽ മനസ്സിലാകും, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ CPI തയ്യാറായത് കോൺഗ്രസിൻ്റെയും CPI-യുടെയും ആ സോവിയറ്റ് യൂണിയൻ ബന്ധം കൊണ്ടാണ്. അതിനുശേഷം ഭാരതം നിരവധി യുദ്ധങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ യുദ്ധങ്ങളുടെ ഓരോ ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ച് ജയിലിടേണ്ട ഒരു ബാധ്യതയിലേക്ക്, കാരണം അവരെ കൂടെ ജയിലിൽ നിറച്ച് അവർക്ക് സ്റ്റേറ്റിൻ്റെ ഫുഡ് കൊടുക്കേണ്ട ഒരു ജോലിയിലേക്ക് ഭാരതം വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ യുദ്ധ സമയത്തും ഈ പാർട്ടിയുടെ നിലപാട്, പാർട്ടി എങ്ങനെയാണ് ഈ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയത് എന്ന് ഒന്ന് വിശദീകരിക്കും. അപ്പോൾ ഈ എന്താ പറയുന്നത്, യുദ്ധസമയത്ത് നമുക്കറിയാം ചൈനയായിട്ട് ഒരു യുദ്ധമാണ് നമ്മൾ നടത്തിയത്. ചൈനയുമായിട്ടുള്ള യുദ്ധ കാലഘട്ടത്തിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് അവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കാര്യം ചൈന നമ്മളെ ഒരിക്കലും ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് അജയ് ഘോഷ് അന്ന് ഇന്ത്യയിലെ ജീവിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അജയ് ഘോഷ്. അജയ് ഘോഷിനെ സോവിയറ്റ് യൂണിയനും ചൈനയും ഒരുപോലെ അംഗീകരിച്ചിരുന്ന നേതാവായിരുന്നു അജയ് ഘോഷ്. പക്ഷേ അജയ് ഘോഷിന്
ഇതിൻ്റെ രണ്ടിനെയും കൊണ്ട് സമന്വയിപ്പിക്കാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വളരെ നിരാശനായി പോയ ഒരു ചരിത്രമൊക്കെയുണ്ട്. ആ മധുരയിലെ 3-ാം പാർട്ടി കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കോൺഗ്രസിനെ തകർക്കുക, ഈ കോൺഗ്രസിനെ തകർക്കാൻ എന്താണ് വേണ്ടത്? ആരോടൊപ്പം ചേരണം? അപ്പോൾ യുദ്ധസമയത്ത് ചൈന വരുന്നു, അപ്പോൾ നമുക്ക് ചൈനയോടൊപ്പം ചേർന്ന് നിൽക്കാം. കാരണം അന്നത്തെ അവിടുത്തെ ചൈനീസ് ഭരണാധികാരിയുടെ, അതായത് മാവോ അടക്കമുള്ള ആൾക്കാരുടെ ഒരു ലൈൻ എന്നുള്ള അതായത് ഈ നമ്മുടെ അജയ് ഘോഷ് ചൈനയിൽ പോയിട്ട് ദെങ് സിയാവോപിങ്ങിനെയും മാവോ സേതുങ്ങിനെയും കാണുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുന്നത്, അന്നത്തെ അജയ് ഘോഷിൻ്റെ ലൈൻ എന്നുള്ളത് സോവിയറ്റ് യൂണിയനും ചൈനയും ഇന്ത്യയും അടങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചേരി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അജയ് ഘോഷിൻ്റെ താല്പര്യം. അപ്പോൾ അദ്ദേഹത്തോട് മാവോ സേതുങ് പറഞ്ഞു, ഇന്ത്യയുമായി ഞങ്ങൾക്കുള്ള ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത, അല്ലെങ്കിൽ ഇന്ത്യയിൽ നാം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിപ്ലവത്തിൻ്റെ പാത ടിബറ്റിൽ നിന്ന് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക്. നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചാൽ അറിയാം, ആ കോറിഡോർ ഇന്നും ഉണ്ട്, ആ റെഡ് കോറിഡോർ. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് കോറിഡോർ എന്നറിയപ്പെടുന്നത് ഈ ഒരു കോറിഡോറാണ്. അതൊരു ചൈനീസ് പ്ലോട്ടായിരുന്നു. ഇത് അന്നും ഉണ്ടായിരുന്നു. ചൈന പറഞ്ഞ കാര്യമാണ്, ടിബറ്റിൽ നിന്ന് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒരു റെഡ് കോറിഡോർ. അതുകൊണ്ടാണ് കൊൽക്കത്തയിൽ നമ്മളുടെ കനു സന്യാലിൻ്റെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം ഉണ്ടായ സമയത്ത് നക്സൽബാരിയിൽ കമ്മ്യൂണിസ്റ്റ് കൊൽക്കത്തയിലെ നക്സൽബാരി എന്ന് പറയുന്ന വില്ലേജിൽ നിന്നും ഒരു അപ്രൈസിംഗ് ഉണ്ടായ സമയത്ത് വസന്തത്തിൻ്റെ ഇടിമുഴക്കമെന്നാണ് പീപ്പിൾസ് ഡെയിലി എന്നെ വിശേഷിപ്പിച്ചത്. അത് ചൈനീസ് സ്പോൺസേഡ് ആയിരുന്നു. അപ്പോൾ ചൈനയോട് ഇവർ വളരെ ആഭിമുഖ്യം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് CPIM പുലർത്തി. അതുകൊണ്ടാണ് ഈ VS അച്യുതാനന്ദൻ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്, ചൈനീസ് യുദ്ധസമയത്ത് ഇന്ത്യൻ ഭടന്മാർക്ക് രക്തം ദാനം ചെയ്തതിൻ്റെ പേരിൽ VS അച്യുതാനന്ദനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പാർട്ടി അത് നിഷേധിച്ചു, VS നിഷേധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എന്താ കോടിയേരി ബാലകൃഷ്ണൻ 2 വർഷം മുമ്പ് പറഞ്ഞത്? ഇന്ത്യയും അമേരിക്കയും അടങ്ങുന്ന ചേരി ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ആശങ്ക, അല്ലേ? ചൈനയുമായി യുദ്ധമുണ്ടായ സമയത്ത് EMSൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്, ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്. അവിടേക്ക് കടന്നു വരുന്ന ഡാങ്കെ ശ്രദ്ധിക്കണം. SA ഡാങ്കെ എന്ന് പറയുന്ന ശ്രീപദ് അമൃത ഡാങ്കെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ EMSനെ തള്ളി പറഞ്ഞു. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തു പറയില്ല. ഡാങ്കെ അതിനെതിരായിരുന്നു. ഡാങ്കെ അല്പം കൂടി നാഷണലിസ്റ്റ് പാർട്ടി വേണമെന്ന് പറഞ്ഞ ആളായിരുന്നു. ഡാങ്കെ EMSനെ പരസ്യമായി തള്ളി പറഞ്ഞു. ഡാങ്കയും EMSും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് അജയ് ഘോഷിന് ശേഷം പാർട്ടിക്ക് ഒരേ ഒരു ചെയർമാനേ ഉണ്ടായിട്ടുള്ളൂ, അത് SA ഡാങ്കെയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പാർട്ടി സെക്രട്ടറിയും ഡാങ്കെ ചെയർമാനുമായി ഒരു ഭരണ സംവിധാനം ഉണ്ടായത് അതുകൊണ്ടാണ്. വെളിയിലൊക്കെ പാർട്ടിക്ക് ചെയർമാനുണ്ട്, പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചെയർമാനേ ഉണ്ടായിട്ടുള്ളൂ, അത് SA ഡാങ്കെ ആയിരുന്നു. അന്ന് പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി EMS ആയിരുന്നു. അന്ന് EMS പറഞ്ഞത് ഡമ്മി ചെയർമാൻ എന്നാണ് ഡാങ്കയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ പിന്നീട് ഡാങ്കെ ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയനിലൊക്കെ പോകുന്ന ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചൈനയോടായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് EMSൻ്റെ വിഖ്യാതമായ ആ ഒരു കുപ്രസിദ്ധമായ ഡയലോഗ് വന്നതും പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോഴും സംസാരിക്കുന്നതും ചിന്താ ജെറോമിനെ പോലെയുള്ള വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയക്കാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്കോ ചെയ്യുന്നതിൻ്റെയും ഒക്കെ കാരണം മുൻപ് പറഞ്ഞ ഇവരുടെ ആശയപരമായി ഇവർക്ക് ഇന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. എവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം, എന്തായിരിക്കണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ സ്പേസ്, എവിടെയാണ് ഞങ്ങൾ ഫൂട്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്നും വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പമാണ് ഇവർ പല രീതിയിൽ, നമ്മൾ പറയത്തില്ലേ ഫ്രസ്ട്രേഷൻ പല രീതിയിൽ തീർക്കുമെന്ന് പറഞ്ഞതുപോലെ പല 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 ഇൻസിഡൻസായി പുറത്തു വന്നത്. അത് നമ്മളുടെ ദേശീയ മാനബിന്ദുക്കളെ അപഹസിക്കുന്ന കാര്യത്തിലായാലും ദേശീയ നേതൃത്വത്തെ ഇകഴ്ത്തുന്ന കാര്യത്തിലായാലും ഭാരതമെന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിക്കാതിരിക്കുമ്പോഴായാലും യുദ്ധസമയത്തെ നിലപാടിൻ്റെ കാര്യത്തിലായാലും എന്നും എല്ലായ്പ്പോഴും ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തെയും ദേശീയതയും തള്ളിപ്പറയുകയും ചതിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു കൗതുകകരമായ കാര്യമെന്നുള്ളത് ഈ നിലപാടുകളൊക്കെ തെറ്റായിരുന്നു എന്നവർ വീണ്ടും റിപ്പൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായി. ഈ സംഭവങ്ങൾ, ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ ശേഷം സിന്ധു നദിയിലൂടെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവവികാസങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഈ അടുത്ത സമയത്ത് CAA വിരുദ്ധ സമരം ഉണ്ടാവുകയും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 നീക്കം ചെയ്ത് ഇന്ത്യയുടെ യഥാർത്ഥ യൂണിഫിക്കേഷൻ നടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാടുകളും അതിനെ കൂടി ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ്റെ അവസാനത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ആനുകാലിക സംഭവവികാസങ്ങളായതുകൊണ്ട് എല്ലാവരും അതിനെപ്പറ്റി അവെയറാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ CAA വന്ന സമയത്തും എനിക്കൊന്ന് CAA ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് 370 വകുപ്പിനെ പറ്റി ശ്രദ്ധിച്ചാൽ മതി. അതല്ലെങ്കിൽ അല്പം കൂടി ഏറ്റവും ലളിതമായി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം രൂപീകരിക്കപ്പെടുന്നതെന്ന് അറിയണമെങ്കിൽ വിവാഹപ്രായം ഉയർത്തിയ തീരുമാനത്തെ മാത്രം നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനോട് പ്രതികരിച്ചത് എന്ന് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ വിട്ടോട്ടെ, നമുക്ക് 370 വകുപ്പാണെങ്കിലും CAA ആണെങ്കിലും മുത്തലാഖ് വിഷയമാണെങ്കിലും അതിലൊക്കെ അല്പം വേണമെങ്കിൽ ഒരു പൊളിറ്റിക്സ് ആരോപിക്കാം. പക്ഷെ നിങ്ങൾ നോക്കൂ, ഒരു സ്ത്രീയുടെ ഇൻറ്റഗ്രിറ്റിയുമായി, അവരുടെ ഐഡൻറ്റിറ്റിയുമായി, അവരുടെ വികാസവുമായി, അവരുടെ സ്വാതന്ത്ര്യവുമായി നമ്മൾ പറയത്തില്ല, ഏറ്റവും കൂടുതൽ സ്വത്വബോധത്തെപ്പറ്റി പലപ്പോഴും സംസാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. ഒരു സ്ത്രീയുടെ സ്വത്വവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം. അപ്പോൾ പെൺകുട്ടി 18-ാം വയസ്സിൽ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. അത് വേണ്ട, അല്പം കൂടി പക്വത എത്തിയിട്ട് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ, ഒരു ജോലി കിട്ടിയതിന് ശേഷം, ഒരു വരുമാനം കിട്ടിയതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതി എന്ന് പെൺകുട്ടിക്ക് നിയമപരമായ ഒരു അവകാശം കൊടുത്തു. 18 വേണ്ട, 21 മതി എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? ഇതിലെന്ത് സ്ത്രീവിരുദ്ധതയാണുള്ളത്? എല്ലാ സ്ത്രീകളും ജാതി, മത, വർഗ, വർണ്ണ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്വീകരിച്ചു. ഏറ്റവും കൂടുതൽ അതിൽ പിന്തുണ ഉണ്ടായത് മുസ്ലിം സമുദായത്തിൽ നിന്നായിരുന്നു. മുസ്ലിം പെൺകുട്ടികൾ വ്യാപകമായി പർദ്ദയിട്ട കുട്ടികൾ പ്രതികരിച്ചു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില ഉത്തരേന്ത്യൻ ചാനലുകളൊക്കെ പർദ്ദയിട്ട് പോകുന്ന പെൺകുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി പ്രതികരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ചാനലുകളിലൊക്കെ പ്രതികരണം വന്നു. എല്ലാ പെൺകുട്ടികളും പറഞ്ഞു നല്ല തീരുമാനം. എന്താ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്? ഇത് മുസ്ലിങ്ങൾക്കെതിരായ നീക്കമാണെന്നാണ് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയത്. എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഇവരുടെ ഒരു നയം. കാരണം എപ്പോഴൊക്കെയാണോ ഈ രാഷ്ട്രം അല്ലെങ്കിൽ ഈ നാടിൻ്റെ ജനത ഒന്ന് സംഘടിക്കുക, അല്ലെങ്കിൽ ഈ വിവേചനമില്ലാതെയാക്കാൻ വേണ്ടി എപ്പോൾ ശ്രമിക്കുന്നു, അപ്പോഴൊക്കെ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് CAA കാര്യത്തിൽ കണ്ടത്. എന്തായിരുന്നു CAA കാലത്തിൽ പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് ഓടിക്കാൻ പോവുകയാണ്. ഇത് മതപരമായ വേർതിരിവാണ്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന ഫാബ്രിക്കിനെ തകർക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ നരേന്ദ്രമോദി അട്ടിമറിക്കുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ അന്നത്തെ വാദം. 370 വകുപ്പ് ഉണ്ടെന്നപ്പോൾ എന്താ പറഞ്ഞത്? കശ്മീരിനെ തകർക്കുന്നു എന്നാണ് പറഞ്ഞത്. അതും പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരായ നീക്കമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ കമ്മ്യൂണിസം ഈ ജിഹാദികളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടു. ഈ രൂപീകരണ കാലഘട്ടം മുതൽ, അതായത് ഭാരതം മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഈ പാർട്ടിയുടെ ജനയിതാക്കൾ. ഈ പാർട്ടിക്ക് ബീജാവാപം ചെയ്തത് ഇന്ത്യ മാതൃഭൂമി അല്ല എന്ന് പ്രഖ്യാപിച്ച ഫെനാറ്റിക് ആയിട്ടുള്ള, ഈ ഫെനാറ്റിക് എന്നുള്ള പ്രയോഗം MN റോയുടെ പ്രയോഗമാണ്. പാർട്ടി സ്ഥാപകനായ MN റോയ് പറയുന്നു, ഫെനാറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ മുൻപോട്ടേക്ക് വന്നത് എന്ന്. അപ്പോൾ 10 ഗുണം 10 ഗുണം, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. വളരെ നന്ദി സന്ദീപ് ജി. ഈ സെഷൻ നമ്മളോടൊപ്പം ഇത്ര വിശദമായിട്ട്. അപ്പോൾ അടുത്തത് ചോദ്യോത്തര വേളയാണ്. സന്ദീപ് ജിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സന്ദീപേട്ട നമസ്കാരം. 2 സംശയങ്ങളാണ് ഉള്ളത്. ആദ്യത്തത്, സന്ദീപേട്ടൻ നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതെന്ന് സന്ദീപേട്ടൻ പറഞ്ഞു. പക്ഷേ അതിലൊരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ അനന്തരം നമ്മുടെ നാട് അല്ലെ നമ്മുടെ നേതാക്കന്മാർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ ഒരു ഇത് വെച്ചിട്ട് നിരോധിക്കാൻ തയ്യാറാവാതിരുന്നത്? നമ്മുടെ ദേശീയ നേതാക്കൾ പോലും അങ്ങനെ ഒരു ആവശ്യം എന്തുകൊണ്ടാണ് ഉന്നയിക്കാതിരുന്നതെന്നൊരു സംശയമുണ്ട്. രണ്ടാമത്തെ സംശയം അവസാനം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മുടെ മാർക്സ് പോലും നമ്മുടെ സനാതന ധർമ്മത്തിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല, പറഞ്ഞത് മുഴുവൻ സെമറ്റിക് മതങ്ങൾക്കെതിരെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ അടുക്കുന്നതും എതിർക്കാതിരിക്കുകയും ചെയ്യുന്നത് അതേ സെമറ്റിക് മതങ്ങളെയാണ്, മറിച്ച് എതിർക്കുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത് കൂടി ഒന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു.
ആദ്യത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകളെ നിരോധിക്കാഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് പറയേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഒരു നിരോധനം എന്ന് പറയുന്ന സങ്കല്പം എത്രമാത്രം പ്രായോഗികമാണ് എന്നത് ഡിബേറ്റബിളാണ്. നമ്മളൊരു ആശയത്തെ നിരോധിച്ച് ഇല്ലാതെയാക്കാൻ സാധിക്കുമോ എന്നുള്ളത് അത് ഡിബേറ്റബിൾ തന്നെയാണ്. നമുക്കതിനോട് അഭിപ്രായമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് മറുവശമുണ്ട്. ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്സുകാരെന്ന് അവകാശപ്പെട്ട നേതാക്കന്മാരുടെ സോവിയറ്റ് പക്ഷപാതിത്വം, അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ത്യയുടെ ആസൂത്രണത്തിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 ശേഷം രൂപീകരിച്ചതാണ് പഞ്ചവത്സര പദ്ധതികൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന സങ്കല്പം പോലും സോവിയറ്റ് സങ്കല്പമാണ്. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പാക്കിയത് സ്റ്റാലിനായിരുന്നു. സ്റ്റാലിൻ്റെ പഞ്ചവത്സര പദ്ധതികളെയാണ് ഇന്ത്യ കടം കൊണ്ടത്. ഇന്ത്യക്ക് പുറമെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് പുറമെ 2 രാജ്യങ്ങൾ മാത്രമേ പഞ്ചവത്സര പദ്ധതികളെ കടം കൊണ്ടിട്ടുള്ളൂ. ഒന്ന് ഭാരതവും മറ്റൊന്ന് ചൈനയുമാണ്. അതാണ് നരേന്ദ്രമോദി 2016 വന്ന് 14 ശേഷം 2016 ആയപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ അവസാനിപ്പിച്ചു. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ടെന്യൂർ തീർന്നതോടുകൂടി നമ്മളതിനെ ഫിനിഷ് ചെയ്തത് അതുകൊണ്ടാണ്. ശരിക്കും ഞാൻ പറയും, നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും വിപ്ലവകരമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കിയത്. അതൊരു സൈലൻറ്റ് റെവല്യൂഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകൾക്ക് അതിൻ്റെ അപകടം ഇതുവരെ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും അവർ വലുതായിട്ടൊന്നും അതിനകത്ത് അവരുടെ വലിയ ഒരു കൈകാലിട്ടടിക്കൽ നമ്മൾ കണ്ടില്ല. അന്നും അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളത് ഒരിക്കലും ഒരു രാജ്യത്തിന് ചേരാത്ത പദ്ധതികളായിരുന്നു. കാരണം എന്താ, ഓരോ 5 വർഷവും ഈ അടുത്ത 5 വർഷം ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഏകദേശം 1300 1700 എനിക്ക് ഓർമ്മയില്ല എത്രയോ തുക മാറ്റിവെച്ചു. പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു. 5 വർഷം അതിനുവേണ്ടി പണം ചെലവഴിച്ചു. പിന്നെ പറയുന്നു കൃഷിയല്ല, വ്യവസായമാണ് ഭാരതത്തിന് വേണ്ടത്. അടുത്ത 5 വർഷം വ്യവസായത്തിന് വേണ്ടി പോയി. അങ്ങനെ ഈ പഞ്ചവത്സര പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ മാതൃകയാക്കിയത് സോവിയറ്റ് യൂണിയനെ ആയിരുന്നു. ചേരിചേരാ നയമായാലും ഇന്ത്യൻ ഭരണഘടനയിൽ മുമ്പ് പറഞ്ഞ സോഷ്യലിസം എന്നത് എഴുതി ചേർത്തതായാലും മതേതരത്വം എഴുതി ചേർത്തതായാലും ഒക്കെ ഈ ഒരു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പിന്മുറയുടെ ഭാഗമായിട്ടാണ്. ഇന്ദിരയും അതുതന്നെയാണ് തുടർന്നത്. അതുകൊണ്ടാണ് പിന്നീട് എന്താ പറയുന്നത്, ദേശസാൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്വകാര്യവൽക്കരണത്തെ എതിർ സ്റ്റേറ്റിൻ്റെ ജോലി എന്താണ്, സ്റ്റേറ്റ് ബിസിനസ് റൺ ചെയ്യലാണോ സ്റ്റേറ്റിൻ്റെ ജോലി എന്നൊക്കെ ഉള്ളതൊരു വലിയ പോയിൻ്റാണ്. അപ്പം എന്തായാലും അതുകൊണ്ടാണ് അതിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇവരിപ്പോഴും നമ്മളെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ദേശം, ദേശീയത, നാഷണാലിറ്റി, ഈ ഐഡൻറ്റിറ്റിയെ അവർ ഒരിക്കലും വർഗത്തെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവർ എന്ത് വിഷയം വന്നാലും വർഗം, പ്രോളറ്റേറിയൻ തിയറിയാണ് അവർ അവതരിപ്പിക്കുക. തൊഴിലാളി വർഗവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക. അവിടെ നിങ്ങൾക്ക് മറ്റ് എക്സിസ്റ്റൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് എൻ റോയ് പറഞ്ഞത് എ നാഷണൽ കമ്മ്യൂണിസ്റ്റ് ഈസ് ആൻ എനിമി ഓഫ് പ്രോളറ്റേറിയൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവാണ് നാഷണൽ കമ്മ്യൂണിസ്റ്റ്. അപ്പം നാഷണൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പം പോലുമില്ല. കാരണം എന്താ, ഞങ്ങൾ താതാത്മ്യം പ്രാപിക്കുന്നത് ആഗോള തൊഴിലാളി വർഗവുമായിട്ടാണ്. അതിനിടയിൽ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകളില്ല എന്നാണ് വെയ്പ്പ്. ഇപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് ഈ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന് മുൻപ് ഈ കാറൽ മാക്സ് ലോകമെമ്പാടും സഞ്ചരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ത്യയെ പറ്റി വായിച്ച അറിവ്, കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ കിഴക്കേട്ട് അധികം സഞ്ചരിച്ചില്ല. അപ്പോൾ ലോകം മുഴുവൻ പോയിട്ട് നമ്മളുടെ കാറൽ മാക്സ് പറഞ്ഞു, ദർ ആർ 2 types ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ്, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും. ഇങ്ങനെ മാത്രം ക്ലാസ്സിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാറൽ മാക്സിന് കാണാൻ പറ്റിയിട്ടു. ഉള്ളവനെന്നും ഇല്ലാത്തവനുമെന്നും ആ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ വന്നിരുന്നു എങ്കിൽ, നമ്മൾ പറയത്തില്ലേ, ഒരു ഹൈപ്പത്തിക്കറ്റിക്കലായിട്ടുള്ള ഒരു എങ്കിലാണത്.
ഇന്ത്യയിൽ വന്നിരുന്നു എങ്കിൽ കമ്മ്യൂണിസം ഇങ്ങനെ ആകുമായിരുന്നോ എന്നൊരു ചോദ്യത്തിന് ലോകത്തിൽ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും പ്രസക്തമായൊരു ചോദ്യമായിരുന്നു അത്. കാറൽ മാർക്സ് ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ കമ്മ്യൂണിസം ഇങ്ങനെ ആകുമായിരുന്നോ പറയുന്നു. ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ മാർക്സ് മൂന്നാമതൊരു വിഭാഗത്തെ കണ്ടിരുന്നേനെയും പരിചയപ്പെട്ടേനെയും. ഉള്ളവനും ഇല്ലാത്തവനും മാത്രമല്ല, ഉണ്ടായിട്ട് വേണ്ടാത്തവൻ എന്ന വിഭാഗം ഭാരതത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ദേശീയ നേതാക്കന്മാരെയൊക്കെ എടുത്താൽ അറിയാം, അവരൊക്കെ ഉണ്ടായിട്ട് വേണ്ടാത്തവരായിരുന്നു. അപ്പോൾ ഉണ്ടായിട്ട് വേണ്ടാത്തവൻ എന്ന വിഭാഗം ഭാരതത്തിലേ ഉള്ളൂ. ആ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാത്തതാണ് അവർക്ക് വേരുറപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം. Hello. What you are saying is absolutely right. I can understand Malayalam, but I cannot speak back. Planning Commission was the biggest misnomer created in the country. It is not a constitutional body. It is by a non-statutory resolution of 1951. And that structure became so big till 2014. It was a status quo institution. It was only sharing the shortages among the states, the National Development Council, etc. Resource generation, skill development, etc. were not generally covered under that. And even under a 5-year plan, in the intervening period, if the government changes and becomes a non-Congress government, the plan will be derailed and the annual plans will be cut. These are all realities. You can verify it. 2014, it changed into National Institution for Transformation of India, Niti Ayog. There now the wealth creation, then the skill development, Kushal Bharat, Kaushal Bharat, are certain new initiatives, and that is what, and also the wealth sharing, the created wealth sharing through the GST means and all have happened. This is the marked change in the structural reforms. Absolutely. And that is what is not digestible to the people. So the GST also, yesterday Honorable Prime Minister made a remark, because firing from the Prime Minister's shoulder, they are aggrandizing all sorts of wealth through their state exchange on the petrol issue. But that is not being really articulated either by the media, which have been eating out of congressmen's hands for almost 70 years. Exceptions are there. Or the cabal, the Lutyens Delhi cabal, they are still not appreciating, highlighting that. So the economic mess we are in, till 1991, there was absolutely simply shortages which was shared between that. And they are also lopsided, because the government also reserved the right to decide where the plants will be set up, and it will be set up only in the industry minister's constituency. Okay, sir. So these are all realities which have happened. I have been witness to it. Thank you very much. It was anyhow a very particularly very nice point. I just wanted to add on to what you are saying. Thank you. Thank you, sir. Yeah. ഒരു ചെറിയ ചോദ്യം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഹ്റു നിരോധിക്കാഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് റഷ്യൻ തടവറയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടല്ലോ. നേതാജിയുടെ വിഷയത്തിലേക്ക് പോയാൽ നമുക്ക് തീരില്ല ഇന്ന്. പക്ഷെ അങ്ങനെ ഒരു റഷ്യൻ ആയിട്ടുമല്ല, ബ്രിട്ടനുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്നാണ് കേൾക്കുക. കാരണം അന്നുണ്ടാക്കിയിരുന്ന ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വതന്ത്രമായ കോളനികളുമായി ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. അതായത് ഈ രാജ്യങ്ങൾക്ക് ഡൊമൈൻ പദവി കിട്ടിയാലും അല്ലെങ്കിൽ സ്വതന്ത്ര പദവി കിട്ടിയതിന് ശേഷവും ബ്രിട്ടനെതിരെ പ്രവർത്തിച്ചവരെ യുദ്ധക്കുറ്റവാളികളായി തന്നെ കണക്കാക്കണം. ആരൊക്കെയായിരുന്നോ ബ്രിട്ടീഷുകാർക്കെതിരെ ബിഫോർ ഇൻഡിപെൻഡൻസ് പ്രവർത്തിച്ചിരുന്നത്, അവരിപ്പോൾ അബ്സ്കോണ്ടിങ് ആയിട്ടോ തടവറയിലോ ആണ് എങ്കിൽ അവർ ഈ രാജ്യത്തിനെതിരെ, അതായത് ബ്രിട്ടനെതിരായിട്ടുള്ള യുദ്ധക്കുറ്റം എന്നുള്ളത് ഇന്ത്യക്കെതിരായ യുദ്ധക്കുറ്റമായി തന്നെ പരിഗണിച്ച് ട്രീറ്റ് ചെയ്യണമെന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അതൊരു വലിയൊരു മിസ്റ്ററി ആയിട്ടൊന്ന് നിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം 3 കമ്മീഷനുകളാണ് നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. 3-ൽ 2 നേതാജി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്മീഷൻ മാത്രമാണ് നേതാജി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത്.
അപ്പോൾ അതിൻ്റെ ഭാഗമായി മാത്രമല്ല, ഈ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ട്രീറ്റിയുടെ ഭാഗമായിട്ടല്ല ബ്രിട്ടീഷ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കാഞ്ഞത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇവിടെ വേണം, കമ്മ്യൂണിസത്തിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകേണ്ടത് എന്ന നയമായിരുന്നു നെഹ്റുവിൻ്റേത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ എഗ്രിമെൻ്റ് കൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഞാൻ സ്വയം കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നെഹ്റു തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോവിയറ്റ് മാതൃകയായിരുന്നു താനും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിരോധിക്കാഞ്ഞത് എന്ന് മാത്രമല്ല, KGBയുടെ സാന്നിധ്യം ഇന്ത്യയുടെ എല്ലാ തുറകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് മിത്രോക്കിയൻ ആർക്കൈവ്സ് അടക്കമുള്ള വിവരങ്ങളിൽ കൂടി, വിക്കിലീക്സ് അടക്കമുള്ള വിവരങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ നിർണായകമായ എല്ലാ മേഖലകളിലും KGBയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ ക്യാബിനറ്റിനെ നിയന്ത്രിച്ചിരുന്നത് പോലും KGB ആയിരുന്നു എന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോവിയറ്റ് യൂണിയനുമായിട്ട് ഇന്ത്യക്ക് വലിയ എന്ന് പറഞ്ഞാൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. അത് നെഹ്റു പിന്തുടർന്ന് വന്ന സോഷ്യലിസ്റ്റ് ചേരിയുടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ശൈലിയുടെ പിൻപറ്റിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമസ്കാരം സന്ദീപ് ഏട്ടാ. എനിക്കൊരു ചോദ്യമുണ്ട്. ചേട്ടൻ നേരത്തെ പറഞ്ഞു ഉള്ളവനും ഇല്ലാത്തവനും, അതായത് ഉണ്ടായിട്ട് വേണ്ടാന്ന് വെച്ചവനെന്ന് പറഞ്ഞു മൂന്നാമതൊരു വിഭാഗം കാർൽ മാർക്സ് ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. MN റോയ് എന്ന് പറയുന്നത് അവരുടെ വലിയൊരു സൈദ്ധാന്തികനാണ്, ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ MN റോയ് ആരുടെ ശിഷ്യനായിരുന്നു എന്നുള്ള ചേട്ടനറിയാം, നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇന്ത്യയിൽ ജീവിച്ച് ബാഘാജതിൻ എന്ന് പറയുന്ന ഒരു സന്യാസ ദീക്ഷ തന്നെ എടുത്തിരുന്ന ഒരു വ്യക്തിയുടെ ശിഷ്യനായിരുന്ന MN റോയ് എന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ സൃഷ്ടിക്കാത്തത്? അല്ല, അതാ പറഞ്ഞത്, അവർ അന്നത്തെ കാലത്തെ അവരുടെ ഇപ്പോൾ MN റോയുടെ കാര്യമാണെങ്കിൽ MN റോയ് മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല, അതറിയാമല്ലോ. ഈ അതിനകത്ത് ഏറ്റവും കൗതുകകരമായ വസ്തുത, ഈ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായ 7 പേരും പിന്നീട് ആ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. അഭിനയ് മുഖർജിയെ ദ ഗ്രേറ്റ് പർജിൻ്റെ കാലഘട്ടത്തിൽ സ്റ്റാലിൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അഭിനയ് മുഖർജിയെ. അപ്പോൾ MN റോയ് ഭാരതത്തിൽ തിരിച്ചു വന്ന് ഈ പറഞ്ഞതുപോലെയുള്ള വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു, സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി, അവസാനം കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെയാണ് മരിച്ചത്. അപ്പോൾ പക്ഷേ പാർട്ടി ലൈൻ അതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ട് പ്രവർത്തിക്കുക. അത് വലിയൊരു പാർട്ടി തത്വമാണ്. നമ്മൾ പലപ്പോഴും ഇവർ പറയുന്നില്ല, പാർട്ടി തത്വം എന്താ? കീഴ്ഘടകം മേൽഘടകത്തിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. ഏരിയ ജില്ലയ്ക്കും, ജില്ല സംസ്ഥാനത്തിനും, സംസ്ഥാനം കേന്ദ്ര കമ്മിറ്റിക്കും കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊരു പാർട്ടി ചട്ടക്കൂടാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി ലൈനിൻ്റെ കൃത്യമായ ഒരു ട്രാക്ക് അവിടെയുണ്ട്. അപ്പോൾ ഈ പാർട്ടിയുടെ ലൈൻ എന്താണ്? നോക്കൂ, ലെനിൻ പോലും MN റോയ് ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി നിങ്ങളുടെ നാടിന് അനുസൃതമായി. സ്റ്റാലിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഗംഗാധർ അധികാരി അടക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാരും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ വിവരത്തിൻ്റെ കാര്യത്തിലോ പിന്നാക്കമുള്ളവരായിരുന്നില്ല. ഈ ഗംഗാധർ അധികാരിയുള്ള ആൾ കെമിസ്ട്രിയിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള ആളാണ്. വലിയ ചിന്തകന്മാരൊക്കെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷേ നോക്കൂ, അവരുടെ ബൗദ്ധികമായ അടിമത്വം എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ സോവിയറ്റ് റഷ്യയിൽ ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന്. ഇതൊരു അതാ പാർട്ടി അടിമത്തം കൊണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് 30 വയസ്സിന് താഴെ വരെ കമ്മ്യൂണിസ്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഹൃദയമില്ല എന്നും, ആഫ്റ്റർ 30 നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തലച്ചോറില്ല എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തലച്ചോറില്ലായ്മയുടെ ഭാഗം തന്നെയാണിത്. അല്ലെങ്കിൽ ഒന്നും ആലോചിക്കൂ, എൻ്റെ രാജ്യത്ത് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സോവിയറ്റ് നാട്ടിൽ ചെന്ന് ഉപദേശം ചോദിക്കുന്ന ലോകത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടാകുമോ? അതോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈവൻ പാകിസ്ഥാൻകാരൻ പോലും ചെയ്തിട്ടില്ല. എൻ്റെ നാട്ടിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവനറിയാം. പക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും ചെന്ന് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സ്റ്റാലിൻ പറഞ്ഞത്, നിങ്ങൾ പോയി നിങ്ങളുടെ നാടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, ഉപദേശിക്കാൻ ഞങ്ങൾ ആളല്ല. അവർ കോമിൻറ്റൻ വരെ പിന്നെ പിരിച്ചുവിട്ട സംഭവമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു ബൗദ്ധികമായ അടിമത്തത്തിൻ്റെ ഭാഗമാണ്, അതല്ലാതെ അവർക്കാർക്കും വിവരമില്ലാത്തത് കൊണ്ടോ ചിന്താശേഷി ഇല്ലാത്തത് കൊണ്ടോ അല്ല. നമസ്കാരം. ഒരു ചോദ്യം. MN റോയിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. MN റോയി ഇപ്പോൾ അംഗീകരിക്കുന്നില്ല ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റുകളെന്ന് നമുക്കറിയാം. കാര്യം നമുക്കറിയാം, ലെനിനെ തന്നെ തിരുത്തിയൊരു സപ്ലിമെൻ്ററി തീസിസ് MN റോയി അവതരിപ്പിക്കുകയും അപ്പോൾ ഇന്ത്യൻ മാർക്സിസത്തിൻ്റെ സ്ഥാപകനായി നിൽക്കുകയും ചെയ്ത ആളാണ് MN റോയി.
പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം സ്ഥാപകനാണ് എം എൻ റോയി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സ്ഥാനത്ത് എം എൻ റോയി അവർ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അതുകൊണ്ട് ഭാരതത്തെ മാത്രമല്ല, ഭാരതീയമായ എന്തെങ്കിലും മൂല്യവ്യവസ്ഥയെ മാത്രമല്ല, അവരുടെ നേതാക്കന്മാരെ പോലും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ എം എൻ റോയിയെക്കുറിച്ച് എം ഗോവിന്ദൻ എഴുതുന്നുണ്ട്, യൂറോപ്പിൽ ലെനിൻ എങ്ങനെയാണോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവ് ആയി മാറിയത്, അതുപോലെ തന്നെ ഏഷ്യയിലെ അല്ലെങ്കിൽ വിശേഷ കൊളോണിയൽ രാജ്യങ്ങളിലെ ഒരു ഇന്ത്യൻ കൊളോണിയൽ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എം എൻ റോയി എന്ന് എം ഗോവിന്ദൻ എഴുതിയപ്പോഴാണ് എം ഗോവിന്ദനെ CIAയുടെ ഏജൻറ്റാക്കി മാറ്റിയതെന്ന് നമുക്കറിയാം. അതുപോലെ വയലാറിൻ്റെ കേസ് താങ്കൾ പറഞ്ഞു, ചൈനീസ് അനുകൂലമായ നിലപാട്. ഇപ്പം മധുര മനോജ്ഞ ചൈന എന്ന് എഴുതിയപ്പോഴാണ്, അതിനെ വിമർശിച്ചപ്പോഴാണ് പിന്നെ വയലാർ ഇവർക്ക് ഒരു സിനിമാ പാട്ട് എഴുത്തുകാരനായിട്ട് മാറിയതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ അവരുടെ നേതാക്കന്മാരെ തന്നെ അവർ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എം എൻ റോയിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ചോദ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ്, അതായത് നമ്മൾ ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു ചർച്ചയിലേക്ക് വന്നൊരു ഒരു സാധനം ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് മാർക്സ് തിരിച്ചു വരുന്നു. ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വ്യവസ്ഥ എന്ന രീതിയിൽ മാർക്സ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെല്ലായിടത്തും വലിയ ചർച്ചകൾ, അല്ലെങ്കിൽ ഇപ്പോൾ അക്കാഡമികളിലൊക്കെ വലിയ ചർച്ചകൾ നടന്നു. അതായത് ഞാൻ പറയുന്നത് കമ്മ്യൂണിസം എന്നുള്ള രീതിയിലല്ല, അതിപ്പോൾ ഇല്ലാതെ നമുക്കറിയാം. രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എന്ന നിലയിൽ ഇപ്പം അക്കാഡമിക്സ് ആയാലും അല്ലെങ്കിൽ എക്കണോമിക് സർക്കിളുകളിലായാലും മാർക്സ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചർച്ച താങ്കളും ശ്രദ്ധിച്ചു കാണും. ഇതിൽ എന്താണ് താങ്കൾക്ക് കമൻറ്റ് ചെയ്യാനുള്ളത്? പറയാം. അതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് പറയാം. ഈ പി ഗോവിന്ദപിള്ളയെ പാർട്ടി ഒരിക്കൽ ശാസിച്ചു. എന്തിനാണെന്നറിയാമല്ലോ? ടിയാനൻമെൻ സ്ക്വയറിലെ കാട്ടാളത്തത്തിനെതിരെ പ്രതികരിച്ചതിനാണ് പി ഗോവിന്ദപിള്ളയെ ശാസിച്ച് തരം താഴ്ത്തുകയൊക്കെ ചെയ്തത്. പോയിക്കോട്ടെ. അപ്പോൾ താങ്കൾ ചോദിച്ചത് മാർക്സിസം തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് മാർക്സ് സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. സമയമില്ല, വളരെ പെട്ടെന്ന് ഞാൻ പറയാം. മാർക്സ് പറയുന്നു പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നും അടിമ ഉടമ വ്യവസ്ഥയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അടിമ ഉടമ വ്യവസ്ഥ നാടുവാഴിത്തത്തിൽ നിന്നും മുതലാളിത്തത്തിൽ നിന്നും സോഷ്യലിസം, ശാസ്ത്രീയ സോഷ്യലിസം, അതും കഴിഞ്ഞാണ് കമ്മ്യൂണിസം വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മാർക്സിൻ്റെ തിയറി. അവിടെ മാർക്സിന് ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടു. സാമ്രാജ്യത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ അഡ്രസ്സ് ചെയ്യാൻ മാർക്സിന് പറ്റിയിട്ടില്ല. സാമ്രാജ്യത്വത്തെ അഡ്രസ്സ് ചെയ്തത് ലെനിനാണ്. ഈ തിയറി പരിശോധിക്കും പറയാം, ലെനിനാണ് സാമ്രാജ്യത്വം ഒരു റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞു വെച്ചത്. അപ്പം മാർക്സിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസം പരാജയപ്പെട്ടു. കാരണം മാർക്സ് ജർമ്മൻകാരനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല ലണ്ടനായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടായിരുന്നു. ലോകത്തിലെ അന്ന് ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായിരുന്നു ലണ്ടൻ, അല്ലേ? മാർക്സിൻ്റെ തിയറി ശരിയാണ് എങ്കിൽ മുതലാളിത്തത്തിൽ നിന്നാണ് എന്തുണ്ടാകേണ്ടത്? സോഷ്യലിസം ഉണ്ടാകേണ്ടത്. അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സോഷ്യലിസം. മുതലാളിത്തമാണ് തൊഴിലാളികൾക്ക് ജന്മം നൽകുന്നത്, അല്ലേ? മുതലാളിത്തം ഗർഭം ധരിക്കുന്നതാണ് തൊഴിലാളികളെ. ആ തൊഴിലാളികൾ ചേർന്ന് സംഘടിച്ച് വിപ്ലവം ഉണ്ടാക്കിയാണ് ഇതുണ്ടാകേണ്ടത്. അപ്പം മുതലാളിത്തത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടാണ് സോഷ്യലിസം ഉണ്ടാകേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ മുതലാളിത്തം കൊടികുത്തവാണ് ഇംഗ്ലണ്ടിൽ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നില്ല. ശ്രദ്ധിച്ചോ? ഇംഗ്ലണ്ടിലല്ല കമ്മ്യൂണിസം ലോകത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നത്. നാടുവാഴിത്തത്തിൽ നിന്നാണ് സർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യയിലാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ മാർക്സിൻ്റെ തിയറി തെറ്റാണെന്ന് അന്നേ തെളിയിക്കപ്പെട്ടതാണ്. ഒരിക്കലും മാർക്സ് പറയുന്ന രീതിയിലല്ല ലോകക്രമം പുരോഗമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ലെങ്കിൽ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായ ഇംഗ്ലണ്ടിലായിരുന്നു കമ്മ്യൂണിസം അധികാരത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷെ വന്നത് നാടുവാഴിത്ത രാജ്യമായ റഷ്യയിലാണ്. അപ്പോൾ കമ്മ്യൂണിസം എന്നുള്ളത് ശാസ്ത്രീയമായി പരാജയപ്പെട്ടതാണ്, അന്ന് തന്നെ സാമ്പത്തികമായും പരാജയപ്പെട്ടതാണ്. കാരണം ലോകത്തിലെ ഏകദേശം 100ഓളം രാജ്യങ്ങളിൽ, ചെറുതും വലുതുമായ 100ഓളം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. എവിടെയാ വിജയിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മോഡൽ പറയാമോ വിജയിച്ച സാമ്പത്തികമായി? ഒരു സാമ്പത്തിക മോഡൽ ഇപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ തിരിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, വിജയിച്ച ഒരു മോഡൽ കാണിച്ചു തരിക. ഒരു രാജ്യത്തും കമ്മ്യൂണിസം വിജയിച്ചിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത സെഷൻ തുടങ്ങാറായി. ഷെഫാലി മാഡം വന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഈ പരിപാടിയുടെ അവസാനത്തിലേക്ക് നമുക്ക് കിടക്കാം. താങ്കൾക്ക് ചോദിക്കാം. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ കമ്മ്യൂണിസം ഉള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ദരിദ്രത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ
ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലാണോ കമ്മ്യൂണിസം പച്ചപിടിക്കുന്നത്? അതുപോലെ ഇപ്പോൾ കേരളം ഒരു സംസ്ഥാനമാണെങ്കിൽ കൂടി ഈ കമ്മ്യൂണിസത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണോ നമ്മളൊരു വലിയ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ ചോദ്യം? എന്താ? കമ്മ്യൂണിസം പിന്തുടരുന്നത് കൊണ്ടാണോ ഇപ്പോൾ കേരളം, ഇപ്പോൾ നമ്മളൊരു സംസ്ഥാനമാണെങ്കിൽ കൂടി ഒരു കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് തീർച്ചയായിട്ടും അതിന് നിങ്ങൾ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള എക്സാമ്പിൾ പശ്ചിമ ബംഗാളാണ്. നിങ്ങൾ ലോകത്തിൽ എവിടെ എങ്ങും പോകണ്ട, നിങ്ങൾ വെനസ്വേലയിൽ പോകണ്ട, ക്യൂബയിൽ പോകണ്ട, റഷ്യയിൽ പോകണ്ട, എങ്ങും പോകണ്ട. വാട്ട് ഹാപ്പൻ ടു ബംഗാൾ? ബംഗാൾ എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ ബ്രെയിൻ ആയിരുന്നു, അല്ലേ? സുവർണ ബംഗാൾ എന്നാണ് ചരിത്രകാരന്മാർ ബംഗാളിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ഞാനൊരു കാര്യം പറയാം, ഇന്ത്യ മഹാരാജ്യത്തേക്ക് 5 തവണയാണ് നൊബേൽ വന്നത്. നൊബേൽ പ്രൈസ് 5 പേർക്കാണ് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ 3 പേര് ബംഗാളികളാണ്. ടാഗോറും അമർത്യ സെന്നും വേണമെങ്കിൽ മദർ തെരേസ അടക്കമുള്ളവർക്ക് ബംഗാളിൽ നിന്നാണ് നൊബേൽ കിട്ടിയത്. ഓസ്കാർ കിട്ടിയിട്ടുള്ള ഒരു ചലച്ചിത്രകാരൻ സത്യജിത് റേ ബംഗാളിയായിരുന്നു. ഇന്ത്യക്ക് നേതൃത്വം നൽകിയ സുഭാഷ് ചന്ദ്രബോസ്, സ്വാമി വിവേകാനന്ദൻ, രാമകൃഷ്ണദേവൻ, രവീന്ദ്രനാഥ ടാഗോർ, ശാരദ, ശ്യാമപ്രസാദ് മുഖർജി, എത്രയെത്ര ബംഗാളികൾ, സൂര്യസെൻ എവിടെ പോയി? ഇന്ന് ഞാൻ പലപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ പ്രസംഗങ്ങളിൽ പറയാറുള്ളൊരു പോയിന്റ് ഉണ്ട്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ കക്കൂസിൻ്റെ മാലിന്യം കോരാൻ വരുന്നത് ടാഗോറിൻ്റെയും വിവേകാനന്ദൻ്റെയും പിൻഗാമികളാണെന്ന് മറന്നു പോകരുത്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു കാലത്ത് ലോകത്തിനെ തന്നെ നയിച്ചത് ബംഗാളായിരുന്നു. ഇന്നിവിടെ വരുന്ന നമ്മൾ തമാശക്കായ പോലെ നമ്മുടെ തട്ടുകടകളിൽ പൊറോട്ട അടിക്കുന്നവൻ സത്യജിത് റേയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും പിന്മുറക്കാരനാണ്. എങ്ങനെയാണ് കമ്മ്യൂണിസം ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചത്? 35 വർഷം. ഈ 35 വർഷത്തെ കമ്മ്യൂണിസത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ആസ് എ എക്കണോമിക് മോഡൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മോഡലായി പോലും ഒരിടത്തും വിജയിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, കമ്മ്യൂണിസം ആൻഡ് ഡെമോക്രസി ഇത് രണ്ട് എക്സ്റ്റൻറ്റിൽ നിൽക്കുന്നവരാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കമ്മ്യൂണിസത്തിൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ജനാധിപത്യത്തിൽ കൂടി ഒരു കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. സന്ദീപ് ജി, ഇത് ഓൺലൈനിൽ നിന്ന് വന്നൊരു ചോദ്യമായിരുന്നേ. ഓൺലൈനിൽ നിന്ന് വന്നൊരു ചോദ്യം ആയതുകൊണ്ട്, കാരണം അവർ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട്, ഓൺലൈൻ വ്യൂവർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. ചോദിച്ചിരിക്കുന്നത് ശേഖർ നാരായണ സ്വാമി, എസ് എ ഡാംഗെ, PC ജോഷി etc. were communist traitors. Who was the real bootlicker? Communists were careful in taking that name instead of quoting Savarkar always. Is this a planned agenda to degrade Hindu freedom fighters? Of course, naturally, there is no question. Okay. And also the second question is KG. And the matter that we have already discussed in the first part of the discussion. And I mean the essay Dange, then the communication between Reginald Maxwell and PC Joshi. Okay. It's evident there. Okay. And the question is again on the KGB. Sonia Gandhi's father was from communist. So KGB was in regular touch with her also. All these things lead to the hiding of the mystery death of Subhash Chandra Bose? Do you have any suggestion on that? സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ആക്ച്വലി ഇവിടെ സംസാരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രം അത് റിസർവ് ചെയ്യുന്നു. വി ഹാവ് ആൻസർ, ബട്ട് ലേറ്റർ വി വിൽ ഡിസ്കസ് ഇറ്റ്. വളരെ നന്ദി സന്ദീപ് ജി. വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ കമ്മ്യൂണിസം എങ്ങനെയാണ് ഭാരതീയതയെ പിന്നിൽ നിന്ന് കുത്തിയത് എന്ന് നമ്മോട് പറഞ്ഞ് നമ്മെ മനസ്സിലാക്കിയ സന്ദീപ് വാചസ്പതി ജിക്ക് എല്ലാ നന്ദിയും, അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വേദിയിലേക്ക് പ്രവേശിക്കാം.
അടുത്ത സെഷൻ ഇപ്പോൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. Hello, 1, 2, 3. I hope we are ready to start. Okay. ഓഡിറ്റോറിയത്തിന് പുറത്തുപോയ ആൾക്കാരൊക്കെ ഒന്ന് അകത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് പുതിയ സെഷൻ തുടങ്ങാൻ പോവുകയാണ്. സോ എല്ലാവരും അകത്തേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. Hello. Okay. 1, 2, 3. Check. Okay. ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന യൂത്ത് കോൺക്ലേവിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഇന്നത്തെ ഈ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ത്രെഡ്സ് ഇൻ ഇന്ത്യ. ആഭ്യന്തരമായി നമുക്കുണ്ടാകുന്ന ഭീഷണികൾ ഒരുപക്ഷെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. സോ ഫോർ ദ കൺവീനിയൻസ് we'll be switching to English. So a heartily welcome to each one of you to the second session of Youth Conclave conducted as a part of Hindu Mahasammelanam here in Trivandrum. So today the topic for the session is, I believe this is one of the most important topic to be discussed, to be talked and to be known. So the topic for today is operatives of internal threats in India, and we have one of the most distinguished guests with us today. We have writer, columnist, independent writer. We have Shifali ma'am with us, ma'am. With a huge round of applause, ladies and gentlemen, let me welcome Shifali Vaidya here to Trivandrum. Ma'am, it's a pleasure having you here as a part of Youth Conclave here in Trivandrum. It's a pleasure having you. So, as a small introductory part, how do you feel being here on this occasion here for the Youth Conclave here in Trivandrum? Namaskaram ellavarkum. I am very grateful that I am in Sri Padmanabha Kshetram. I also come from Goa, which is also Parshurama Kshetram. So in that sense, it is very much a homecoming actually. And I've been to Kerala before, but not here. And I'm especially happy that there is this youth Hindu conclave that's being organized here. And I cannot think of a better location than at Lord Padmanabha's lotus feet. So I'm very, very happy to be here. Yes, and without much delay, ma'am, I'm straightly heading into questions. Sure. Ma'am, the topic for today's session, operatives of internal threats in India. So, when we discuss about internal threats that this country has faced, I don't believe we have to stick on to a period after 1947. This country has always faced threats, like be it the cultural invasion, whatsoever we have faced before 1947, we have always resisted protecting the motherland from cultural invasion, be it the British, Dutch, French, anyone. We have always resisted. So, as an introductory portion, how do you define the history of internal threats that this country has faced? There are a lot of people who will tell you, the left, their favorite narrative is that India was not a country before the British came in. It was just a landmass. Yesterday Nankumarji talked about it, that there was no such thing called Bharatavarsha. So it's the British who gave us that tag of a country, is what they are saying. That the British gave us roads, the British gave us railways, British gave us a lot of nice things. They don't talk about British gave us Jallianwala Bagh massacre. They don't talk about British giving us Bengal famine. They don't talk about British sucking us dry. But their narrative is India was not a country to begin with. But that is not true. India has been Bharatvarsha for thousands of years, and the political power may have been different, as in there were always many kingdoms in this big cultural landmass, but the place was always united, and culturally we were always together. That is why if you go to Odisha today and if you see the caves of Udaygiri, you find an epigraph of an emperor called Kharavela. This is more than 2000 years ago. And in that, he talks about the king having gone on a pilgrimage to the word used there is Bharatavassa,
Meaning he went from east to west, north to south on a pilgrimage to Bharata Varsha. So that tells you that even 2000 years ago, this complete landmass was known as Bharata Varsha. And culturally, religiously, we were always united. When Adi Shankara, who started from Kaladi, and when the great Acharya, one of the greatest thinkers that our dharma has produced, we think that he is the reincarnation of Lord Shiva himself. When he started off uniting India, he went all the way from the tip of Kerala to Kedarnath. And he went from Kashmir to Kanyakumari. He went from the east to west, north to south. And why he could go there? And in those days, you know, today you can just hop on a flight and find the cheapest fare possible and go to Kashmir in one day. But it was not possible in that time, more than 1,200, 1,300, 1,400 years ago. But even then, people did pilgrimages. They went from the tip to toe of India. That is because they viewed India from Himalayas to the sea as one contiguous cultural identity. So we were always one. Now you come to your next question. Who were our enemies? So our first enemies were actually external. Because India was a very rich, very powerful country, and economically we were one of the very best in many things. We were self-sufficient in textiles, we were self-sufficient in spices, we were self-sufficient in jewels, and that is what attracted the world, because we had so much of riches. So why did the British come to India? Because they wanted the spices and the clothes. Why did the Dutch East India Company come to India? Because they wanted to exploit India. So these external threats came to India because they wanted to exploit India. And with them came the bigger forces which attacked India's cultural integrity. I call them the 3 M's: Mullah, missionary, and Marxist. And these are the 3 enemies who plague India even now. And they are the greatest threat to India's integrity and India's cultural unity today. And they are more dangerous than external threats like Pakistan or China or even any of the other countries, because these threats, they weaken the country from within. You've had Vivek Agnihotri here, and Vivek Agnihotri has written a whole book on urban nationalism, where he has talked about how urban nationalism is one of the biggest threats that India is facing, because you don't know who they are, but they are everywhere. If you have seen Kashmir Files, you know there's that very famous dialogue in that movie where the Marxist professor's character, played by Pallavi Joshi, she makes that epic statement which says that log aapke honge, system aapka hoga, lekin chalane wale log to hamare hi hain. That is the crux in one sentence of who are the internal enemies of India. And the internal enemies have been trying very hard from the last 70 years to destroy this country from within. Now you will ask me, if everything is bleak, for 70 years they have been attacking every institution in India. So why are we still here? Why do I see so many young people in this room? In a place like Kerala, where the 3Ms are more powerful than any other state anywhere in India. But you also see resurgence, right? You also see a lot of young people. You're very young, you're interviewing me. That I find is a very heartening sign. And I'll tell you why that is happening, because deep within us, we've always had resistance. I come from Goa, which many of you might know or might not know, one of the first Indian territories to be occupied by the Portuguese and the last one to be liberated. So the Portuguese ruled Goa for 452 years. They came to Goa in 1510 and they left in 1961. And in the first 200 years of this 452-year rule at least, they tried everything. They tried Sama, Dama, Danda, Bhed to convert the entire Goa to Christianity. But it didn't work. People left their land, they migrated all the way to Kochi, they migrated to Mangalore, they migrated to other parts of Goa, but they held on to their dharma. And where does this thing come from? It comes from within you. And I realized it especially when I went to South America, Peru, a couple of years ago. And I saw that Peru, what the Portuguese tried to do in Goa, the Spanish had tried to do in Peru. Exactly the same thing. Converting people by force, converting people by greed, and destroying their culture. And in just 52 years, the entire country had become Catholic.
entire country. And the culture had died, their religion had died. Now you see Inca culture only in museums. You don't see it living. But we and Goa, this little place of Goa, it fought for 452 years. But all the people did not convert to Catholicism despite so many threats, despite force, despite greed, despite everything. So where does this resistance come from? That resistance comes from within us. That is why till the last Hindu is there in this country, nobody can get rid of Hindu dharma in this country. Because our dharma is called Sanatana Dharma, it's not without beginning and it's not without end. Since, ma'am, you mentioned about foreign forces and foreign forces who tried to dominate us, who dominated us, ma'am, we had a history of dominance of the British, French, Portuguese, Dutch, everybody. So even today, in 21st century, when we are sitting here in 2022, when we have several protest issues in our country, if they want to play, the playground is being set by certain forces, certain Yes. foreign forces. Yes. For instance, if you take a look at the farmers' protest, we had celebrity tweets which designed the protest. Yes. We had the tweet from Rihanna. Yes. Then we had the tweet from Greta Thunberg, which itself went very controversial after that. Yes. Then we had the media taking it up. So this is not an innocent move. This cannot be seen as a media innocence. So these people are funding, these people are purchasing certain, in fact, if I be very specific, a senior journalist, Rajiv Sadesai, was suspended for around 2 weeks, I guess, from air, Yes. for spreading a news of a farmer being shot dead. Yes. So how do you see the setting of a playground? If they want to play cricket, the cricket bat and ball is being supplied from abroad, the ground is being designed for them, and it's making their play easy. How do you see that? See, one thing the Congress did very well for them, that is, in the 70 odd years that they were in power, is that they systematically captured minds by controlling institutions. And what are the institutions that they tried to control? They controlled academia, they controlled media, they controlled films, the art and the sectors which are responsible for perception. So that is where you have this image of, so you see in Hindi movies, doesn't matter what the movie is about, there'll always be some stock characters. There'll be the greedy Munimji who will always be Hindu. And there'll be the good-hearted guy who may be drunk, but he's either a Christian or he is that helpful guy who is the token Muslim. So in a movie like Sholay, which is basically a remake of a Japanese movie, and it's a movie about dacoits, they live in some village, fictitious village in UP. The entire village is Hindu. But there is a mosque. And there is one old man who is Muslim and he has a son. So for two people there is a mosque with loudspeakers. And the whole thing is, in this movie, I mean, if you take out those two characters, it doesn't do anything for the story of the movie. But you have to show this good-hearted Muslim guy who gets killed by a Hindu dacoit. And then he talks about, you know, the benevolence of Allah or whatever. It is very, very, very well placed. Even the movie like Tanaji, which happened last year, which is a sincere attempt to change the narrative, even there they have to include that token Muslim guy who is good-hearted and whose heart is in the right place, you know. Even though in Tanaji the villains are very clear, right? The villains are the Mughals. But despite that, you still have that little token guy. So this is how they tried to change minds. And they tried to change minds in academia, where all the history department, the economics department, the sociology department, everything that has control over your minds, that was taken over by the leftist thinkers. And that is how textbooks have been written. That is how our research papers have been written. That is how people have been capturing minds of young students, generation after generation after generation. So you don't talk about the temple destruction of Aurangzeb at all. But you write stories about how Aurangzeb was a nice guy who knitted caps in his old age to pay for his funeral, you know, which is true. I'm not saying that's not true.
But who's going to write about how he destroyed Kashi Vishwanath temple? Who's going to write about how he massacred the entire people of Kashi? Who's going to write about the jizya that he imposed on the Hindu citizens? So if you're telling history, then you should be able to dispassionately talk about history and say that this is what historical facts are, this is what that person did, and let the reader judge it, no? But the historians, or distortions I would call them, have been trying to constantly whitewash history. I was having a conversation with Shri S.L. Bhairappa, it's on YouTube. And he was on one of the NCERT panels in the 70s when they were trying this routine exercise of rewriting the history books. And when that meeting had happened, they had given clear instructions that you shall not write about Islamic atrocities. So don't mention killings of Khilji, don't mention destruction of temples, don't mention destruction of Somnath, but write about how Mughals gave us biryani, how Mughals gave us Taj Mahal, and how Mughals gave us Mughal gardens. Only that you are allowed to write. So Bhairappaji said, but this is not correct, this is wrong, this is not history. You are just whitewashing one entire side of the truth. So he was told, but if you tell the truth, then it will make people angry. People can't handle the truth. You know, like the movie in Officer and a Gentleman where Jack Nicholson says you can't handle the truth. So that is what they said, that people can't handle the truth. So we should not talk about real history. We should give a nice rosy version of history where we talk about how Mughals gave us Taj Mahal, and Mughals gave us Kathak, and Mughals gave us biryani, and Mughals gave us a whole lot of things. So Mr. Bhairappa says, I'm sorry, I disagree. So after that, when he put it on record, they disbanded that meeting. And after that, he was never called for any further meetings. They just dropped him from the committee because he wanted to speak the truth. His thing was, whatever happened in history actually happened, and we have to talk about it. Even today, if you go to Kashi and you go to the Kashi Vishwanath temple, the current Kashi Vishwanath temple, till a few years ago, before the Kashi Vishwanath corridor was completed, the approach road was from near that monstrosity that Aurangzeb had built. And if you see that monstrosity, you see 3 huge domes, and half of that building is actually a temple wall. You can see the temple wall. The temple wall has been deliberately kept there. It's not that Aurangzeb didn't have the capability to completely demolish it and build a mosque. But he kept half a temple wall as a reminder for the Hindus that each time you go to Kashi, you see that half temple and it's like a slap in your face. It's like they're telling you that we broke your most holy temple and you could not do anything about it. So it's a deliberate attempt to humiliate. And today when people go, and there was the original Nandi of Kashi Vishwanath, which was facing the original temple, obviously. So when the original temple was destroyed and that monstrosity was built, and the Nandi was actually between that temple and the current temple, which was built by Ahilyabai Holkar. And the Nandi was turned opposite way, not facing the Shivling. But till 3-4 years ago, that Nandi was in some obscure corner and you could not see it. Now, because of the Kashi Vishwanath corridor, that Nandi is part of the main temple. So when you enter the main temple, you see that here is the temple and here is the Nandi, and the Nandi is turned away from the temple. So everybody who is coming to the temple, especially the younger children, they ask, but why is the Nandi not facing this way? What is the story behind it? And then people tell them the story that the Nandi is facing that way because that's where the original temple used to be, which is a fact. So now it's become a talking point. And that's how you tell your true history. So in just doing this, there is a massive correction of narrative has happened. But such correction of narratives have to happen in all levels, everywhere. Every single history textbook you open, you will find objectionable sentences. Sometimes it's so frustrating because everywhere you see whitewashing of history being done, everywhere, regionally. So for example, you are from Kerala, you probably know about Martanda Varma, and you are probably from Trivandrum, so you know that he fought the Dutch and he repelled Tipu Sultan and all of that. How many people outside Kerala know about Martanda Varma? We don't. People in Karnataka probably know about Vijayanagar and Krishnadevaraya. The rest of India doesn't. People in Maharashtra know everything about Shivaji Maharaj.
You may have just heard of Shivaji Maharaj, but you don't know the whole history of Shivaji Maharaj and how he understood the enemies and how he built an empire out of nothing. But everyone from Kerala to Tamil Nadu to Assam to Rajasthan to Kashmir knows who was Babur, who was Shah Jahan, that Shah Jahan built Taj Mahal, who was Aurangzeb. So our Mughal lineage we know, we all know, because we've been all taught that. But we don't know our own history. And every time now I go to social media and I see threads about what rulers in different places have done, the kind of temples they've built, the kind of contributions they've made to the culture, I'm amazed, because this is a part of our history that no one has taught us, and which is very sad. Because suddenly you have this young generation of people from your generation probably, few of them manage to redeem themselves. But most people will just go to schools and study whatever little they've been taught in school books and will think that this is correct history. That is what we need to correct now. So all these narrative building outlets or narrative building platforms have been setting the stage for the foreign forces to enter India and to attack them from within. So somebody tries, and the narrative is very strange, okay? So for example, when the Ram Navami celebration, when the Ram Navami procession, like it happened in Jahangirpuri and in many other places, it goes to a certain area and it gets attacked by stone pelters, then these media sections will say that, but why did you deliberately provoke them by taking the procession to Muslim areas, right? So that is one logic. But in Karnataka, if the government decides that outside the temples, we will not give stalls to any Muslim stall holders, that time they won't ask, why should Muslim stall holders have stalls outside the Hindu temple? It's the same logic, right? If you're saying that Hindu processions cannot go in Muslim areas, you should also say that Muslim stall owners should not be allowed to hold stalls outside Hindu temples. Logical, right? So how can you have logic one way when it's convenient to you and shout, oh, it's discrimination against minority, and then say that Hindus don't have the right to go through Muslim areas? In a secular country, Muslims got a Muslim area in 1947, no? So what is this Muslim area nonsense now? So ma'am, with that point, we just talked about how this art and culture and history is being hijacked by these certain group of people. Mm-hmm. So 2 days before we had Vivekji here, and when I had a talk with him, I just asked about the controversies that followed Kashmir Files. And certain group of people has a serious problem regarding Kashmir Files. If I come to specifics, the senior leader of the left, Sitaram Yechuri, said that Kashmir File is destroying the unity and integrity of the country. And when I again come to specifics, the leader of Aam Aadmi Party, Arvind Kejriwal, on the floor of the House, when he was asked about making Kashmir Files tax-free, which was done by many states in India, on the floor of the House he said, YouTube pe dal do, free ho jayega. So, what exactly? Now certain people are coming up with the stories of Kashmiri Pandits, with the history that was not spoken before. So they have a real frustration out there. So how do you see the statements made by Arvind Kejriwal? And the important point to be noted, Delhi government has made many films tax-free before. So how do you see the statements of the left leader Sitaram Yechuri and the leader of Aam Aadmi Party, Arvind Kejriwal, on the same context of Kashmir Files? See, Arvind Kejriwal has been nothing but a glorified movie reviewer. So him saying that movie dekhna hai to movie shouldn't expect government support, that makes me laugh actually. But there is a greater problem with Kashmir Files. You know how the left has been handling this whole Kashmir Files thing, how they've been changing goalposts. It's very interesting because I've been analyzing it. So initially when the movie got released, it didn't get very many movie screens in the first 2 days or something like that. Even the theater owners and all were not very keen to release the movie in multiple screens, right? So at that point of time, the left started writing this narrative is that Vivek Agnihotri is a failed director. He doesn't know how to direct. He makes very bad movies. That's why this movie is also a propaganda film, so nobody is going to see it. That was the first thing. Then in the first couple of days, because of word of mouth, the movie picked up suddenly.
Not because of a lot of publicity or not because of a lot of reviews or whatever. It got very bad reviews in the mainstream publications. But the movie still picked up because people identified with it, and Hindus for the first time felt that here was a story that nobody had told them and they needed to see this. So after that, the entire left, you can go back and check this, they changed their goalpost to it's an exaggerated account of a few incidents where maybe, 2 or 3 Hindu Kashmiri Pandits were killed or whatever. But it's like from bad movie maker, it became to exaggerated propaganda movie, all right? So again, the movie became hit because of people support. So when the movie became a hit, they again changed the goalpost, and now they've started saying that, okay, we agree that Kashmiri Hindus have been killed and we recognize that they have been killed, and yes, it's very unfair. This is third time. But you know what? There were Muslims also killed. And if 300 Kashmiri Hindus were killed, then there were 3,000 Kashmiri Muslims were killed. That was the next logic. But who killed those Muslims? The Hindus were killed by the Muslims. Why? Simply because they were Hindu. Not for any other reason, but because they were considered kafir. The Muslims who got killed in Kashmir, who killed them? Again, the same people who killed the Hindus, they were Muslims only. Why were the Muslims killed? The Muslims were killed because they were either thought of being khabris for the police, they were considered to be serving the government of India, or they were simply against the terrorist activities. That is why they were killed. So you cannot tell again only one side of the story and say that, more Muslims were killed than Hindus, so let's just ignore Hindu pain. Then they shifted their goalpost again after this, once the movie became a massive hit. It's like, okay, we know that, Hindus were killed and it was very unfair and all that. But you know what? It was not the fault of the Muslims who killed them. It was the fault of Jagmohan. It was the fault of RSS. It was the fault of the BJP. The BJP was not even in power then at the state. But this is how the left keeps changing goalposts. And as a observer, it's very fascinating for me to observe this and to find out how many times the goalposts have been changed. Normally, we don't do that. What Kashmir Files has done, there have been 2 or 3 landmarks in our battle for the narrative of the Hindu wing. I wouldn't call it right wing, but the Hindu wing. One is the emergence of young writers like Vikram Sampath, like Sanjeev Sanyal, like Amish Tripathi, who have taken topics which are from our history, from our culture, from our heritage, and they've meticulously researched on them, and they've written good books which are very popular, and they have become legends overnight. Okay? So that is one way the narrative has been changed. Next is films are being made like the Kashmir Files. In Maharashtra, a lot of films are being made on the life of Shivaji Maharaj and what did he do. In a movie like RRR gets made in Telugu. So even filmmakers are coming forward and touching topics which nobody had the courage to touch earlier. The third thing is, slowly, because of social media, ordinary Hindus are finding their voice. They are finding an outlet for what they truly feel. So from everything, every small thing like documenting the nearest temple in your village to reciting shlokas, anything can become viral today. Anything has the potential to reach millions of people without any editor, without any director, without any intermediary. So these are the 3 things that have helped in changing the narrative somewhat. But again, I will say one of the biggest driver of this change is the change in political power. If there was no BJP government at the center, if there was no Narendra Modi as the Prime Minister, none of this would have happened. A movie like Kashmir Files wouldn't have been made, first of all. Even if it would have been made, it wouldn't have got screens and it wouldn't have been this popular. See, every idea needs to have its time. So political power is very, very, very essential for the intellectual sector to bloom. The left and the Congress understood this very well.
So while they held political power, they made sure that their intellectuals, their writers, their filmmakers were given patronage, and they were given, enough support to produce projects which basically falsified our history, which carried false narratives. Now that picture is changing somewhat. But we need more people, we need more scholars, we need more filmmakers, we need more writers, we need more literary festivals like this, we need more conclave like this for to wrest back that intellectual space. Ma'am, since we talked about political power, I would just like to draw your attention to the political parties. And if we take a look at the political parties that function in the country, we have the Congress, on which they have faced the allegation of meeting certain officials from abroad, having dinner with them, Rahul Gandhi, Yeah. the photos were out. And we have the leader of the left going with China, shaking hands with them, participating in conclaves that China has organized, being in meetings. And they still very proudly say that China is being attacked by India. And we have a senior leader in Kerala of CPM who recently said that Communist Party is being attacked by both India and America, and they are very comfortably working in India. So my prior question is, how do you see the operation of these people prior 2014 and post 2014, after Narendra Modi came to power? How do you see that? Second, how do you distinguish? How do you see their alliance with the enemy countries? Like, for example, there are meetings with China, there are collaborations with China and other foreign powers. So how do you see that? Your Kerala has two MPs, one from this place who thinks he knows everything that there is to know, and the other is from Wayanad who doesn't know anything. So these are the kind of people who are leading the opposition charge, basically, and they have always been in bed with the enemy, always been in the bed with the enemy. But what has changed since 2014 is India being very ruthless in its foreign policy pursuits and saying that all that matters to us is our self-interest. We don't care about lofty ideas about world peace and democracy or whatever. So if Russia and Ukraine are fighting, that's okay. We need oil, so we are still buying oil from Russia. You don't give us lectures about how we should be a democratic country or whatever. And now India has the courage to tell Europe that you are also doing the same thing. So why are you lecturing us? We have our external affairs minister who goes to the US, who goes to Washington and says in front of the American official, his American counterparts, that if you are worried about human rights violation in India, we are also worried about human rights violation in the US. Could you have imagined this before 2014? This can happen because you have a strong leader and a strong economic resurgent India that has the power. And that is why nothing succeeds in the world like success. If you're strong, if you're economically resurgent, people will respect you. And it's the same thing with Hindus. The minute Hindus start getting assertive, the minute Hindus start voting unitedly, things change. What happened in UP? It was a vote. It was a Hindu vote. It was not a Yadav vote or a Dalit vote or a Brahmin vote or any vote. It was a one united Hindu vote. And you saw just a couple of days, there were videos of the mosques taking off loudspeakers by themselves. This happens when the Hindu vote is united. You have a chief minister in Assam who has the guts to say that madrasa's aids will be cut off completely. He can say that because he has the power of the united Hindu vote and he has a strong prime minister at the center. So that is why it's very, very, very important to have political power. I know a lot of people, every day ask, but Narendra Modi has not made a statement about this, but Narendra Modi has not made a statement about this. He is the Prime Minister, he has certain protocols to follow. But because he's the Prime Minister and because he's there in Delhi, Yogi Adityanath can go and bulldoze illegal property. Because he's the Prime Minister, Hemant Biswa Sarma can identify Rohingyas and send them back. Why do we not see that?
And I live in Maharashtra. I know what lack of political power does and what kind of minority appeasement is going on in Maharashtra right now. So political power, to have that is very, very important. And India is a different country post 2014 and pre 2014. That is for sure. Ma'am, now I would like to go to very specifics. Like, is media being an internal threat? Certain medias, for example, a media in Kerala was banned because of certain news they have reported. They are fighting the case in court. So certain medias, do they at certain times, see, they have a design. They first started with anti-Modi, then they go, the anti-Modi campaign becomes anti-Hindu. Anti-Hindu campaign becomes anti-national. And when they are being questioned, they very, very, very beautifully, they play the card of being victims. So certain medias, I'm not generalizing it. How do you see the role of media in supporting these threats? See, if there are threats, they can be handled. But when there is a background support, when certain things are going, certain background support will will add fuel to the same. When there are certain protests and when there are certain issues in certain universities of this country, see, the media give them a very larger exposure. I still remember when the issue of JNU came up for the first time, they said that Kanhaiya Kumar is going to bring down Narendra Modi, and a famous media in Kerala reported that. They said that Modi is not going to sleep again. Yeah. So how do you see the role of media in being a threat and supporting the threat and adding fuel to the same? See, mainstream media in India, particularly in English, has lost credibility big time. If you see India Today covers from 2009, you will see that every 2 years they come up with a cover issue with Rahul Gandhi in different stages of its youth or fading youth with the same title. Is Rahul coming of age? Rahul is finally coming of age. Rahul has now come of age. Rahul will come of age. It's been now 2009 to 2022. It's been probably more than 10 years. But Rahul Gandhi has still not come of age. So let's not give the media too much of importance. There are legal safeguards which have to be used by government agencies and more importantly by civil society. I mean, we should try doing the same thing that the left has been using against Hindutva organizations all these years. You know, file so many cases that keep them busy. That is what we need to do. Don't depend on the government for everything. If you feel that a particular media outlet has done false complaints or has aired false news, what stops our groups from filing FIRs against them? That is how activism works. Now, that left has done very beautifully all these years. So there are some things you must learn from your enemies. This is one of them. But having said that, now you have a channel like Times Now, you have a channel like Republic, which do mainstream 9 p.m. shows on the topic of love jihad. Would you have imagined this before 2014, that they will even take this subject up? What they discuss is a different story, but the point is they are using the hashtag love jihad and they are doing a story at 9 p.m. prime time, which many people are watching, and they are at least giving out, if there are 5 speakers, at least 2 will be of the pro-Hindu ideology. That itself is a big change. So let's not focus only on the negatives. Yes, of course, there will be enough media outfits which will try to give anti-nationals footage or whatever. So everybody tried to, say that Kanhaiya Kumar is the next best thing and he is going to be the next Prime Minister. Where is Kanhaiya Kumar now? How many votes did he get against Giriraj Singh? And he is a part of Congress now. But who cares? Yes, that's exactly what I'm saying. Does even Rahul Gandhi know him? Yes. So that's what I'm saying. No, so people of India are very smart. Okay, they know, and everybody was surprised. Rather, the left was surprised in 2019 when Narendra Modi won again and the BJP won again. That is because this government knows its priorities. So first is Vikas. People still vote for electricity, people still vote for freebies, people still vote for jobs, people still vote for roads, people still vote for toilets. They do. A section of people does. Then comes ideology and culture. So it has to be both ways. It has to be Vikas plus culture, Vikas plus Hindutva.
Ma'am, if we talk about, we have talked many things about the internal threats of the country. If we take a look at the protests that came up after 2014, after Narendra Modi came into power, if you take a look at the designing of the protest, certain universities, they first started from universities and they take up certain figures from the universities. I will be very specific. They concentrate whenever there is a protest, be it the farmers protest, be it CA/NRC protest, any protest. I know you might have observed that the students from the universities are being taken up and moved for the agenda. They are making Delhi a center point of their protest. They are taking up students outside from the university to protest, and they say that okay, the students of the country are protesting against the government. So how do you see the designing of the protest concentrating the universities? They take up the students and they concentrate on certain universities, and they take up 2-3 figures from every protest. Yeah. If it is the farmers protest, they have 1 or 2 students from certain campuses. How do you see the designing of a protest project from universities? How do you See, again, it's a part of the toolkit of the protest. So you have 2 or 3 universities like Jadavpur, like JNU, I'll name them, like Hyderabad Central University. So these are the same 3-4 universities which will be the center point of all these agitations. And these universities have been traditionally left bastions, and they still continue to be to a large extent. But the point is, the larger population is beginning now to see, because now the truth is emerging from the other side as well. So the minute a mainstream media or a newspaper covers a story about JNU or whatever, you also know that there is the other side of the JNU protest, which some other students have taken videos and put it out there. So that is one good thing. See, this situation is not going to change automatically, nor is it going to change immediately in 1 month or 2 months or whatever, because tenure track positions are very difficult to change. Nivedita Menon is still teaching in JNU. So that is something that is a greater problem. But having said that, you also have people like Anand Ranganathan in JNU as well. So let's talk about the positive. Let's talk about what we can do. That's another thing. And we talk about the world, youth forum, Hindu youth forum. We really need to talk about making our line bigger. The problems remain. And the problems will have to be tackled at multiple levels. But what is it that each one of us can do? If you are young and you have certain skills, you may be able to give your time, you may be able to give your money, you may be able to give your expertise. Donate some hours of your week for the Hindu cause and try to work at the base level. I know I can write. I know I can talk about culture, I know I can talk about lesser known temples, I know I can talk about textiles. So that is what I am doing. That is my own way. I am also talking about politics, but I also talk about culture. I also talk about getting people interested in knowing more about our history and doing it in a fun way. Like what the left does is they use very, very provocative and very attractive vocabulary. They have some pet phrases, like they'll talk about conscience, they'll talk about democracy, they'll talk about choice, they'll talk about rights. These are catchphrases. Okay, what stops us from using this? I'll give an example of the No Bindi, No Business campaign. I don't know if you've heard of it or not, but I would like to talk a little about it, not because I started it, but I have a question regarding Yeah. that. I was coming to that question. yeah. That was a revolution that you created. So what made you think of such a campaign? What made you start such a campaign? And did you think the campaign would go to that extent, which it went, which it really Okay. went? So I'll about give you a little bit of context to this. Yes. So I have been watching the festival ads for Diwali, for Ganesh Chaturthi, for various festivals, changing over the last few years. You know, till about 5, 6, 7 years ago, all the Diwali ads had a very festive Hindu atmosphere. There used to be diyas in the background, there used to be garlands, there used to be people dressed in happy, festive, bright clothes. You know, one look at that image and you would know that you're talking about a Hindu festival, all right?
But in the last 4 or 5 years, that started changing. So slowly, one by one, things started disappearing from ads. Diya started disappearing, murtis of God started disappearing, flowers and rangoli started disappearing. Then the clothes started becoming more colorless. You know, instead of this bright pink, it started being beige and grey and dull, which is not what Indians wear most of the time for their festivals. And the most glaring change was the disappearance of the bindi, which happened in the last 5-6 years. It was a very conscious decision by many brands. And they were still trying to tell Hindus that this Diwali buy from us, this Ganesh Chaturthi buy from us, this Gudi Padwa buy from us, this Yugadi buy from us. So I was like, I am a Hindu consumer, it's my hard-earned money, and I have every right to buy from a brand that respects my culture and traditions. So if you want my money, which is Hindu money for Hindu festivals, then I want a brand that respects my culture, that respects my festivals, that respects my tradition, and shows it in the ends. That was the only thing. It's Diwali, it's Deepavali. It's not Jashn-e-Riwaz or whatever shit that Fab India called it. So why call a Hindu festival with a Urdu name? Why show ads for Hindu festivals where there is not a single Hindu symbols? There is no diya, there is no sky lantern, there is no flowers, there is no rangoli. How can it be a Diwali ad? That was my only thing. So when I started this, I was very clear that it was all about individual choice. I was not saying that every Hindu woman has to wear a bindi. That is what the left deliberately misinterpreted the campaign, but I had made it very clear, and I had said, speaking for myself, that I refuse to buy from brands that don't respect my culture. If you agree, please retweet, was the very simple tweet. That tweet was retweeted by some 15,000 people in 2 days. And it got some, I think, more than 25 lakhs views or whatever within 2 days. So when I made that tweet, I told my husband that, you know what, this is going to explode. So 2 days, I mean, one day I'm not going to go on the internet. The left made it big. They made it about, I am saying I'm being an autocrat, I am being, fascist, and I am telling women to compulsorily wear a bindi, when it was very clear that I was not doing it. But what that campaign did was it achieved something very important. It made the average Hindu aware of what's going on. So even today, wherever I go, I have people who come up to me and tell me that, ma'am, after that campaign, we started looking at ads, we started looking at hoardings, we started looking at festival advertisements, and we started noticing that, yes, there is no bindi. That's why it became big. It was started by me, but it became a movement because the ordinary Hindu understood what I was trying to say. It recognized what I was trying to say. He or she recognized what I was trying to say. That's why that campaign became big. This time when I came I flew from Goa to Bangalore and Bangalore to Ananthapuri. I met 2 women at Bangalore airport who recognized me despite the mask. And they were not wearing bindis, but do you know what they told me? They told me, ma'am, we are a big fan of yours from the No Bindi, No Business campaign. In Trivandrum airport, a woman told me that, are you Shefali Vaidya? I said, I've been following you and I really respect you for the No Bindi, No Business campaign. No Bindi, No Business is not about compulsion. It is not about forcing anybody to wear a bindi. It is simply to tell the brands that if you want Hindu money, if you want Hindus to buy from you for Hindu festivals, and I'm again being specific here, then you have to respect Hindu sentiments. It's as simple as that. And because of that, brands changed their behavior. In Pune, a big brand called PNG, they had shot ads without a bindi. After this campaign, so many people actually called them on the helpline. And they told them, we are not buying you. We've been buying from you for the past 20 years, but we are not buying this Diwali because your model doesn't have a bindi. They got like 500, 600 calls like that. They photoshopped a bindi after that. Reliance Trends changed their TV campaign. The campaign that Janhvi Kapoor, somebody sent me the visuals. So before my campaign, Janhvi Kapoor didn't have a bindi on her forehead. After that, the same ad, the video ad, they photoshopped a bindi somehow. So that campaign, even now, Malabar Jewels was trending a few days ago and I didn't even know about it. That campaign has now become people's campaign. But the point I'm trying to make here is that I use the terms that the left could identify, that it's a matter of choice.
It's a matter of democratic rights. It's a matter of consumer rights. As a consumer, I have every right to decide voluntarily where I should spend or I should not spend money. That is the sort of thing that we need to use. We need to make it about democracy. We need to make it about rights. We need to make it about choice. Use the same words. We are about choice. We are Hindus. We are liberal. We just need to use that vocabulary to make sure that that message goes out there. Hindus are the only two rebels in this country. This country would not remain a secular or liberal country for one day if the demography changes. Not even for one day. But that is something that everybody needs to understand. And unfortunately, Hindus are the ones who need to understand this the most. Ma'am, and I hope you would have noticed the recent incident that took place in Delhi, in Jahangirpuri. There was a action by the Delhi government to move away the illegal residents, South Delhi. So at that point of time, suddenly, when the action was being taken, the leader of the left, Brinda Karat, she just came in and then she just stood in front of a JCB and then they just protested and they told that this is an action against Muslims. An action was taken by the government. It was to take away the illegal residents over there. Suddenly, that changed into an anti-Muslim campaign. And we must very keenly see that the advocate that appear for them is Kapil Sibal. Yeah. So how is it when the Delhi Municipal Corporation was trying to make an action, suddenly leaders come in, the advocates who take lakhs for an hour appear for these poor people. Do you see that an innocent campaign? Do you see it as an innocent campaign or an innocent action? It's definitely not an innocent campaign. And what Brinda Karat did honestly doesn't matter. It is the court decision that we need to get worried about. It's how the left is gaming the system. If the court had said that the municipality is right in demolishing the illegal structures and the municipality was right morally in destroying the illegal structures, then doesn't matter if Brinda Karat, Sitaram Yechuri and their entire khandan comes and stands in front of the bulldozer. It doesn't matter. Her actions, no one, I mean, who knows Brinda Karat in Delhi? Nobody does. That's besides the point. The point is, it is legal activism that we need to be worried about, and we need to have high-paying lawyers who appear pro bono, or at least who appear to appear pro bono for Hindu cases. How many times do we have this? That is the real need of the hour. Obviously, somebody is paying Kapil Sibal, probably a foreign power. Obviously, somebody is paying Dushan Dave. That is besides the point. But how many people we have on our side who have that kind of commitment? Just Advocate Parasaran had that kind of commitment. When he argued for the Ram Mandir case, and he was barefoot the entire time because he was arguing in front of, on behalf of his Lord, Sri Ram. So the entire case proceedings, he didn't wear chappals in the court. That was his commitment. But how many lawyers and legal professionals do we have like that, high-paying people, who actually would argue cases on our behalf? But we have a Devdutt Kamath who argues for the hijabis and who says that, oh, hijab should be allowed because the Quran does it. Is Quran the constitution? These are the same people who talk about a constitution all the time, right? So when it's time to argue in the court, then you say, oh, according to Quran, this is allowed. But is Quran the constitution? So this is something that we need to, again I'm telling you, there's no point in blaming Kapil Sibal or Dushan Dave or Brinda Karat or whatever. Where are our legal cells? Where are the hotshot lawyers from our side who will take up these cases, who will say that, okay, in a year I will take 5 cases pro bono? I see in Kerala, and I'm really amazed that in Kerala we have Hindu organizations which work so hard despite so many threats. Every 1 month or every 2 months you have cases of Sangh Swayam Sevak being murdered. Even recently there was a case, right? Mr. Srinivasan. But still people work, on ground people work. But we also need intellectual firepower. We need more writers, we need more filmmakers, we need more legal professionals. We need more people who understand the system and game it. Only then things will change.
If we keep finding problems, if we'll keep seeing why they are doing this or why they are not reacting on this, we are not going to go anywhere. The important thing is to make our line bigger. Their line is where it is. They have had an advantage of 70 years. But we need to seriously put in some efforts for that. Meets like this are very necessary, where you provide an intellectual platform for young writers, for young filmmakers, for young lawyers, for young professionals to talk about what they can do for Dharma. Ma'am, we have talked a lot about the topic. So how do you see it in specific if I ask you the operation of this internal threat? Is it anti-Modi, is it anti-Hindu, or is it anti-national? How do you see it? It is anti-India. Modi just stands in the way. You remember there used to be a poster which the BJP had said, where basically it was Mr. Modi's face, and he's saying, in reality, they're not against me, they're against you. I just happen to stand in between. That is true. It is so much is their hatred for Hindus. Mr. Modi is just the person who has enabled, in the sense that he has enabled the Hindu aspiration, so they hate him. But if he is replaced by Yogi Adityanath, do you think they will not hate Yogi Adityanath? Then they will suddenly say that Modi ji was very secular. I mean, give us back Modi ji anytime. So when Vajpayee was the prime minister, it was like Vajpayee is the worst prime minister we've had. Then when Advani ji became more powerful, it was like Advani ji is communal, Vajpayee is secular. Then when Mr. Modi came on the horizon, it was Mr. Modi is communal, Advani ji is suddenly secular. So if Mr. Modi is replaced by Yogi Adityanath, it will be, Yogi Adityanath is communal and Modi ji is secular. So it's not about Modi ji. They hate India. They hate a resurgent India. They hate Hinduism, because we are the only culture that has survived despite so many attacks on us for so many years. No other polytheistic civilization has survived this. The Egyptians didn't survive this, the Greeks didn't survive this, the Romans didn't survive this, the Incas didn't survive this, the Mayans didn't survive this. No ancient civilization survives or is a living civilization in the world today except for the Hindu civilization, and that is why they hate us. Shivani ma'am, as we move to the last portion of the session, I would like to draw your attention to Kerala. In Kerala, in recent times, certain things happened, like a journalist from here, Siddiq Kapan, was arrested for trying to instigate violence in UP. And secondly, a policeman was taken away from service for giving away the details of RSS workers to PFI. So he was taken out of service. How do you see the hijacking of bureaucracy by these people? How do you see their influence in bureaucracy? It has always been there, no? They know how to game the system. The misuse of power has been a specialty of the Congress and the left for many years. The BJP has not yet learned to do that. It needs to, in my opinion. Okay. So we have been talking for about 1 hour now. Now we will move to audience and we will take. I'm switching to Malayalam for a time being. Audience നിന്നും ഒരു 3 question നമ്മൾ എടുക്കുന്നതായിരിക്കും. So whosoever want to ask a question can raise their hands, and I request the coordinators to kindly pass a mic to the concerned people so that they can ask the questions. You can either ask the question in മലയാളത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാം. You can ask, that's up to you. Okay. And I request everyone to be very specific on the question. ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധികം നീട്ടാതെ ഉത്തരത്തിന് കൂടുതൽ സമയം കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. Namaste ma'am, I'm a big fan of yours. I follow you in Twitter also. So my question is this: we have been talking about the internal threats from media to businesses to bureaucracy. So what do you think, or what is your views about the internal threat that we face from the judiciary also, which have been given lot of in recent time also, which were very controversial judgments or observations, which is entirely away from the conscience, the local conscience of the people. Yes. That is actually the biggest threat, quite honestly. And it's above my pay grade to answer what exactly can be done to minimize this threat. But it's legal activism and judicial activism is
probably the biggest threat. Everything else you can handle. Media, you will have new media houses. Businesses, you can set up your own businesses. Filmmakers, you can make your own films. But you can't, have your own judiciary, unfortunately. So that is a worrying concern. What really, and it upset me as a mother recently when the Supreme Court gave a judgment in a case where they knew that a murderer was guilty. He had killed a 4-year-old child after raping her. And the court said that we know he is guilty. It's been proven he is guilty, and it's horrible what he has done. But every sinner has a future, and his crippled psyche needs to be healed or some such shit. So, pardon my language. But if that is the situation, then it appalls me as an Indian citizen that a murderer's right to heal his quote-unquote crippled psyche is more important than the right to life of a 4-year-old child. What kind of society are we living in? And this is legally sanctioned by the highest court in India. That really shocks and scares me. I honestly don't have an answer to your question. Pali, may I substitute one thing? Yeah. For everybody here, this is a question. This is a suggestion. Just go and find out how many judges have been elevated or got their position after just 14 years of practice. How many judges have got advocates get their senior designation in 10 to 12 years of actual practice, which is the minimum stipulated period. In Mumbai High Court it happened and elevated in 12 years. And later on, after a few years, he comes into the Chief Justice of Allahabad High Court and later on as a judge of the High Court. This is how they have filled their people with judiciary. People in the judiciary have been filled by the ecosystem, the same ecosystem explained by Shafali ji. We need to know the answer. Please raise your hands. Move an RTI before the Bombay High Court. Register, saying that kindly tell us how many people were designated just after 10 to 12 years of practice as senior, number one. How many judges were elevated? See, the constitutional provision is eminent jurist. How many such eminent cases did he do for getting elevated in the year 2000 as a judge of the Supreme Court? I am not taking anybody's name. Number three, please don't forget that during those days, the entire Maharashtra, especially the Mumbai advocacy, the official dome, the police, everybody was very managed by the underworld from across the border. This is also a recorded fact. All of you have to raise. Shefali or myself or Suresh raising the issue will not suffice. Now RTI is there, start agitating this question. How many judges in 12 years of actual practice? The very basic question, you will find the answers, things will start improving. That's what I wanted to submit. Thank you. Okay, we'll take one more question. We can take two questions. My question is how we can deal effectively with this media jihad, because the Kerala Hindus are the most unfortunate TV viewers, because whenever we open our channels, the media men are spitting poison against the Hindus, except some few YouTube channels and Amrita and Janam. All the news anchors, news channels are anchored by anti-Hindu journalists in Hindu names. I'd like to especially mention two names, Pramod Raman and Pradeep Paraktikad. The only thing you can do in this situation is stop watching those channels and then write to those channels. Usually we don't watch what we don't like, but we never take the route of activism. We never take the route of writing to the chief executive of that channel saying that this is what is bothering me, this is how the coverage was biased, and give proofs and say this is what we have a problem with. If there are enough people saying it, they have to, because they are also there to make profits. Nobody runs a media channel for charity. So they will take cognizance of the, if 1,000 people write and say that this report was wrong and this reporter was biased and these are the reasons, this is why we are saying so, then they have to sit up and take notice. Even Rajdeep Sardesai was made to sit on a bench for 2 weeks.
you need to show proofs, and people need to be more active, and they need to see what happens with us is we are so busy in our daily lives and with, you know, facing the day-to-day problems of our own lives, that we get outraged, we get angry, we get sad, and we probably write something on social media, and after that 2 days later some new news will come and we'll forget about it. But we need consistent action, and for that we need to use all available channels, including legal channels, including filing cases on such people and such channels. So that is something that we also need to. There are no easy solutions for it. I'm sorry, unfortunately. We'll go to the last question from that person. Namaste, ma'am. My name is Rajaloka. As we just spoke now, we have noticed the killings of RSS workers and Hindus. This government, the current CPI government, have been giving trainings for the Fire Force workers, for the SDPI workers. So when one section of the people starts to take the swords, how do we act? How do we prevent this? Again, a very difficult question for me to answer. I mean, I have nothing but admiration for the Sangh people who work in Kerala. I have seen, I have known, I've done an interview with Sadanandan Master once, and he had told me the story of what exactly happened to him and how they cut off his legs and just left him, you know, bleeding. So there are horrible, horrible stories. I know about that. So I don't know what answer to give you, but I respect that that strength of character shown by the ordinary Hindus of Kerala who have been fighting this. And I asked Nandkumarji this question once, that Kerala is such a, you know, obviously very commie and very definitely not God's own country. So how is it that there are so many Sangh Shakas, and how is it that there are so many Sangh volunteers in Kerala? He said that is the resistance. That is the only way we can resist. That's the only way ordinary Hindus can resist. So all I can say to you is I immensely respect your work, and resistance is the only way. I mean, my people from my village resisted the Portuguese, even when the odds were staked against them. Resist, resist, resist in every way you can, in every using every possible means at your disposal, but you have to resist against injustice. Ma'am, we have been talking for an hour now. So we have talked about the history of what the internal threats have done to the country, how we resisted it, and then we talked about the threats in 21st century. So after interacting with the crowd, how do you feel after speaking for 1 hour? How do you feel? What do you have to say to the crowd? I'm very grateful to, it's a midweek session actually, and I'm very grateful that so many people have come at this time to listen to this. And it's very heartening to see an event of this scale being organized in Kerala. And I request the organizers to keep doing this year after year and make it bigger and bigger, learn from whatever went wrong this year and improve on it next year. But this is something, these kind of platforms are very much necessary. These kind of intellectual movements are very much necessary. And some of the sessions, in fact all of the sessions, I couldn't understand the Malayalam sessions, but all of the sessions, the topics were very, very interesting, and that is how now at least we have media like YouTube at our disposal. So it's not that whatever is talked in this room stays in this room. You can put it on YouTube and it goes to the whole world, and they can also listen to it. So something like it is very necessary, and I say nanmi to all of you for being so kind and being here for such a long time. Thank you so much. It's been a real pleasure. I'm on behalf of the coordinators, on behalf of Hindu Mahasammelanam Youth Conclave, and all the people out here, we thank you so much for coming here. Can I have the loudest round of applause for Shivali Vaidya ma'am? It was a pleasure having you in Trivandrum. Okay, I'm going to try speaking some Malayalam. Please don't laugh at Sure. how I'm saying it or my accent, and please forgive me if I do something wrong. Shri Padmanabhante Nagarathil Vannu Oru Paripadiyil സംസാരിക്കൻ കളിയുണത്തിൽ എന്നിയുക്കു അത്യായ സന്തോഷമന്തു.
That was. Once again for the last time. Can I have the loudest round of applause? Loudest round of applause. Thank you. Thank you so much. We are winding up the second session of Hindu Youth Conclave here as a part of Hindu Mahasammelanam. Thank you so much for being with us. We'll be starting the next session very shortly. Thank you so much for joining. Thank you once again. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ സെഷൻ 2 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം മുംബൈ താജ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ശ്രീ RVS മണി അദ്ദേഹമാണ് ആ സെഷൻ എടുക്കുന്നത്. അതുമാത്രമല്ല, അന്ന് ഹിന്ദു ടെറർ എന്നൊരു പ്ലോട്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്നതിനെ അതിവിദഗ്ധമായി അതിൻ്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ആ പ്ലോട്ടിനെ പൊളിച്ച മനുഷ്യനാണത്. അതുകൊണ്ട് തന്നെ ആ സെഷൻ അത്രയധികം